ഹിന്ദുക്കളായിരുന്നു, അത് കൺവേർട്ട് ചെയ്ത് അതെ ക്രിസ്ത്യാനികളായിരുന്നു. അതിലെ ഒരു കുടുംബമാണ് ഈ പകലോമറ്റം. പകലോമറ്റത്ത് നിന്നൊരു കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്ന് കൈനേരിൽ താമസമാക്കി. ആ കൈനേരിലെ മിക്ക കുടുംബങ്ങളും തന്നെ ഈ ക്രിസ്ത്യൻ കുടുംബങ്ങളെല്ലാം തന്നെ ഈ കുടുംബത്തിൽ നിന്ന് അങ്ങോട്ട് പിരിഞ്ഞു പോയിട്ടുള്ളവരാണ്. കൈനേരിലെ ഒരു മജോറിറ്റി. അതില് അങ്ങനെ അതിൽ നിന്ന് അങ്ങോട്ട് വന്നതിൽ ഒരു കുടുംബമാണ് കാളാശ്ശേരി. ആ കാളാശ്ശേരിയിൽ നിന്ന് അതിലെ എത്ര പേരൊക്കെയാണ് ബ്രദേഴ്സ് അങ്ങനെ എനിക്ക് കൂട്ടായിട്ട് അറിഞ്ഞൂട. അതില് ഒരാള് വെള്ളൂർ എന്ന് പറയുന്ന കുടുംബത്തിലേക്ക് താമസമായി. വെള്ളൂർ. ആ വെള്ളൂര് ആ വല്യപ്പന് ഒരു വല്യപ്പനോട് നമ്മുടെ ഒരു ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണല്ലോ. ആ വല്യപ്പൻ പിന്നെ 6 ആൺമക്കളുണ്ടായിരുന്നു. 6 ആൺമക്കൾ. പെൺമക്കളെ പറ്റിയുള്ള വലിയ അറിയത്തില്ല. അതിൽ ഒരാള് കല്യാണം കഴിച്ചിരുന്നില്ലെന്നും അറിയാം. ഈ 6 ആൺമക്കൾ. അതിൽ ഒരാൾ വെള്ളൂര് തന്നെ താമസം. നമ്മുടെ പതിനെട്ടാണല്ലോ കുടുംബത്തിൽ ഒരാള് മണ്ണമ്പള്ളിയിലേക്ക് മാറി താമസം. അതെ. വേറൊരാൾ കണിച്ചേരിലേക്ക് മാറി താമസം. മണ്ണമ്പള്ളി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ പേരാണ്. ആ സ്ഥലത്തിന്റെ പേര് വീട്ടുപേര്. നമ്മളിപ്പോ ഓരോ സ്ഥലത്തും പല വീട്ടുപേരുണ്ടോ? അതിലൊരു വീട്ടുപേരാണ് മണ്ണമ്പള്ളി. അവിടോട്ട് ഒരാൾ മാറി താമസം. അത് മൂന്നാമനാണ്. ഒരാള് കണിച്ചേരി എന്ന് പറയുന്ന വീട്ടിലേക്ക് മാറി താമസം. ഇപ്പൊ മണ്ണമ്പള്ളി എന്ന് പറഞ്ഞപ്പോ ആ വീട് എന്ന് പറഞ്ഞപ്പോ തറവാടിന്റെ വീടല്ല, വേറൊരു വീടിന്റെ പേരായിരുന്നു. ആ വീട്ടിലോട്ട് മാറി താമസപ്പോ വണ്ണപ്പള്ളി എന്ന് വീട്ടു. ഇനി വേറൊരാൾ അതുപോലെ മാറി താമസിച്ച കണിച്ചേരിലേക്ക്. ഇനി അത് വേറെ ഒരാള് കളം എന്ന് പറയുന്ന വീട്ടിലേക്ക്. മറ്റൊരാള് പുളിപ്പറമ്പിൽ എന്ന് പറയുന്ന വീട്ടിലേക്ക് മാറി താമസം. അപ്പൊ അത് പിന്നെയും കൂടി ശാഖകളായിട്ട് പോയി. എല്ലാം വലിയ കുടുംബങ്ങളായി മാറി. ഓരോ ശാഖകളായിട്ട് ആ ശാഖകളിൽ നിന്ന് പിന്നെ ശാഖകളുമായിട്ട് മാറിപ്പോയിട്ടുണ്ട്. അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ നമ്മൾ മണ്ണമ്പള്ളിയിലേക്ക് തിരിച്ചു വരിക. അതില് മണ്ണമ്പള്ളിക്ക് മാറി താമസിച്ച ആള് മണ്ണമ്പള്ളിയിൽ മത്തായിച്ചൻ എന്നാണ് അറിയപ്പെട്ടത്. അതെ, മണ്ണമ്പള്ളിയിൽ മത്തായിച്ചൻ എന്ന് അറിയുന്ന അങ്ങനെ ഉള്ളി ഒരു ആശാനായിരുന്നു. പഠിപ്പിക്കുകയൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് മിഷണറി വർക്കായിരുന്നു. അതായത് പഠിപ്പിക്കുക, അക്ഷരം പഠിപ്പിക്കുകയും അതോടുകൂടി തന്നെ ഈ വേദപാഠമൊക്കെ പഠിപ്പിക്കുക. അങ്ങനെ ക്രിസ്ത്യാനികളല്ലായിരുന്ന കുറെ പേരെയൊക്കെ പുള്ളിക്കാരൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കൈരളിക്ക മരണം പള്ളിയുടെ പണിക്ക് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത ആളാണ്. ഏരിയാസച്ചന്റെ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യനാണ്. സമയം ഏത് വർഷങ്ങൾ വരും? ഓർക്കുന്നില്ല. ഞങ്ങൾ അങ്ങനെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. ഒരു പള്ളി, ഏത് പള്ളി? സ്ഥാപനത്തിലുള്ള പള്ളിയാണോ? ഞാൻ ആ വഴി പോയ വഴി സമയത്ത് ആ പള്ളിയാണ്. ആ പള്ളിയുടെ സ്ഥാപനത്തിന് വേണ്ടി പ്രധാനമായിട്ട് ശ്രമിച്ചതിൽ ഒരാളാണ് ഈ മണ്ണമ്പള്ളിയിൽ ഉണ്ടായിരുന്നത്. അതിനടുത്തൊക്കെ തന്നെയായിരുന്നു ആശാൻ പഠിപ്പിച്ചത്. അതെ, അവിടെ സ്കൂളൊക്കെ ആയിരുന്നു. അപ്പം എവിടെയായിരുന്നു വീട്? അല്ല കൈനകരിയിൽ ആറ്റുതീർത്ത. മണ്ണമ്പള്ളി സ്ഥലങ്ങളുണ്ട്. പിന്നെ മണ്ണമ്പള്ളി മത്തായിച്ചന് 2 കെട്ടിയാളാണ്. ആദ്യത്തെ ആള് ആദ്യം കെട്ടിയത് ചമ്പക്കുളത്ത് വല്യാറ എന്ന് പറയുന്ന കുടുംബത്തിനാണ്. ചമ്പക്കുളം സ്ഥലം അറിയാം. ചമ്പക്കുളത്ത് വല്യാറ എന്ന് കിട്ടി. അതില് അങ്ങനെ ഒരു ശാഖയുണ്ട്. അതിന് ഒരാണ്, പിന്നെ ഒരു പെങ്ങളൊക്കെ ഉണ്ട്. അവരങ്ങനെ ഒരു ശാഖ കൊണ്ടുപോകുന്നതാണ്. അത് പോളക്കൽ എന്ന് പറഞ്ഞ ഒരു കുടുംബമായിട്ട് അത് പിന്നീട് മാറി. മൂത്തയാളുടെ ആദ്യത്തെ കല്യാണത്തിലുള്ള മക്കൾ പോളക്കൽ ഫാമിലി അങ്ങോട്ട് പോയി. പിന്നത്തെ രണ്ടാമത്തെ കെട്ടിയത് തലയോലപ്പുറമേ നിന്നാണ് കെട്ടിയത്. തലയോലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തിന് കണ്ടില്ലേ? വീട്ടുപേര് നിശ്ചയമില്ല. അപ്പോഴ് ആള് കിട്ടിയ തലയോലപ്പുറമേ നിന്നാണ്. ആ വല്യമ്മയുടെ പേര് ഏലിമ്മ എന്നാണ്. എല്ലാവരും എല്ലാവരും അറിയാം. അല്ലല്ല,
തലയോലപ്പറമ്പിൽ നിന്ന് കിട്ടിയില്ലേ? തലയോലപ്പറമ്പിൽ നിന്ന് കിട്ടിയ വല്യപ്പന്റെ കാര്യമാണ്. നമ്മുടെ വണ്ടാഞ്ചിന്റെ കാര്യമാണ്. വണ്ണംപള്ളി തൊമ്മച്ചൻ. അല്ല, വണ്ണപ്പള്ളി പത്തായത്തിന് രണ്ടാമത് കിട്ടിയ ആളുടെ കാര്യമാണ് പറഞ്ഞത്. തലയോലപ്പറമ്പിൽ നിന്നാണ്. അതിലുള്ള മകനാണ് തൊമ്മിച്ചൻ. രണ്ടാമത് കിട്ടിയ അതിലുള്ള മകൻ തൊമ്മിച്ചൻ. അതായത് ഞങ്ങളുടെ വല്യപ്പൻ. അതാണ് ഞങ്ങളുടെ വല്യപ്പൻ. അപ്പന്റെ ആ വല്യപ്പൻ കിട്ടിയത്, അതായത് ഞങ്ങളുടെ വല്യപ്പൻ, അതെ, ഞങ്ങളുടെ വല്യപ്പൻ കിട്ടിയത് കൈനേരിയിൽ തന്നെയാണ്. കൈനേരിയിൽ തന്നെ. അതെ, അവിടെ നിന്ന് കിട്ടിയതും കൈനേരിയിൽ തന്നെ വേറൊരു കുടുംബം, വല്യാറ കുടുംബം എന്ന് പറയും. വല്യാറ എന്ന് പറയുന്നത് എന്നാണ് ആ കുടുംബത്തിന്റെ പേര്. ആ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആളിന്റെ വല്യമ്മയുടെ പേരാണ് ഏലിയ. ഞാൻ പറഞ്ഞിട്ടോ, ഏലിയമ്മ. ഇനിയും ആ കുടുംബം എന്തായാലും ഇപ്പോഴേ ഒരു അവിടെ കനയില് പല മിക്കവാറും അവരുമായിട്ടെല്ലാം ഞങ്ങൾ അങ്ങനെ റിലേറ്റഡ് ആയിരുന്നു. അങ്ങനെ കാരണം ഞങ്ങളുടെ വല്യപ്പനും കൈനേരി, വല്യമ്മയും കൈനേരി. ഞങ്ങളുടെ ബന്ധമില്ലാത്ത വീടുകൾ കൈനേരി വളരെ കുറവാണ്. അപ്പോഴേ അങ്ങനെ ഞങ്ങളുടെ വല്യപ്പനെ അവരുടെ മക്കളുടെ കാര്യം പറയാം. എല്ലാരും മൂത്തത് മറിയാമ്മ. പിന്നെ മറിയാമ്മ കല്യാണം കഴിച്ചത് പുതുക്കരി തുണ്ടിയിലാണ്. തുണ്ടിയിൽ ആ തുണ്ടിയില് കല്യാണം കഴിച്ച അമ്മായിയുടെ, അപ്പൊ ഞങ്ങളുടെ അമ്മായി ഞങ്ങളുടെ അപ്പന്റെ പെങ്ങളല്ലേ, പെങ്ങന്മാരുടെ മൂത്തയാണ്. ആ അമ്മായിയുടെ മകന്റെ മകനാണ് ഈ തുണ്ടിയിലച്ഛൻ. നമ്മളെ റിലേഷൻ കണക്ഷൻ ഉണ്ടായിരുന്ന. രണ്ടാമത്തെ ആള് ത്രേസ്യാമ്മ. ആ ത്രേസ്യാമ്മയെ കല്യാണം കഴിച്ച എടത്തുവാൽ ചേന്നങ്കരയിലെ ചേന്നങ്കര, അടക്കച്ചേരി കുടുംബം, ചേന്നങ്കര. അതെ, രണ്ടാമത്തത്. പിന്നെ മൂന്നാമത്തെ ആളെ തെക്കേക്കരയാണ്. തെക്കേക്കര എന്ന് പറയുന്ന സ്ഥലത്ത്, എല്ലാം കുട്ടനാടാണ്. തെക്കേക്കരയിലെ തുണ്ടിയിൽ എന്ന് പറയും, അവിടെയാണ് കഴിച്ചത്. മറ്റേ പുതുക്കര തുണ്ടി വേറെ ഫാമിലീസ് ആണ്. അപ്പൊ ഇത് തെക്കേക്കര തുണ്ടിയിലാണ്. ഇനി അതുകൂടാതെ തെക്കേക്കര തന്നെ മുടന്താഞ്ചിൽ എന്ന് പറയുന്ന വേറൊരിടത്ത് ഒരു പെങ്ങളെ കിട്ടി. അത് അന്നമ്മ എന്ന് പറയുന്നത്. അപ്പോ മറിയാമ്മ പുതുക്കരി തുണ്ടി, ത്രേസ്യാമ്മ എടത്വാ ചേന്നങ്കര, മൂന്നാമത്തത് അന്നത്തെ വിളിയുടെ രൂപം കൂടെ കിട്ടാനാണ്. ഏലമ്മ പുതുക്കരി തെക്കേക്കര തുണ്ടിയിൽ, അന്നമ്മ തെക്കേക്കര തന്നെ മുടന്താഞ്ചിലിൽ. മുടന്താഞ്ചിൽ എന്ന് പറയുന്നത് അവരുടെ കുടുംബ പേര് യഥാർത്ഥത്തിൽ കല്ലുവരയ്ക്കലാണ്. പിന്നെ ഒരാള്, പിന്നത്തെ ആളാണ് അപ്പൻ. അപ്പച്ചൻ എന്ന് വിളിച്ചിരുന്ന സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത് കൊണ്ട് ജോസഫ് സാറെന്ന് അറിയും. മണ്ണമ്പള്ളി സാറ് അല്ലെങ്കിൽ മണ്ണമ്പള്ളി അപ്പച്ചൻ. മണ്ണമ്പള്ളി സാറിനാ എല്ലാവരും. അവരെല്ലാവരും കൂടെ അപ്പൊ എത്ര പേരാ? 5 പേരായി. ഇപ്പം 5ാമത്തെയാണിത്. ഒരാൾ ഒരു പെണ്ണോട്ടുണ്ട്. അപ്പന്റെ ഇളയതൊരു ഒരാളുണ്ടായിരുന്നു. ഒരാളെ അത് കുഞ്ഞോ റോമ എന്ന് വിളിച്ചത്. കുഞ്ഞോ റോമ, റോസമ്മയാണത്. അന്നത്തെ രീതിയിൽ വിളിക്കുന്ന കുഞ്ഞോ റോമ എന്ന് വിളിച്ചിരുന്നു. കല്യാണം കെട്ടിച്ചത് ശ്രാമ്പിക്കല. അത് വേലപ്ര ശ്രാമ്പിക്കല. അത്രയും പേര്. 5 സിസ്റ്റേഴ്സ് അവരെന്നായിരുന്നു തൊഴില്? 5 സിസ്റ്റേഴ്സിന്റെ ഭർത്താക്കന്മാരെല്ലാം കൃഷിക്കാരായിരുന്നു. എല്ലാം കനേരി ഭാഗത്ത് കുട്ടനാട്ടിൽ പല ആളുകളും എല്ലാം കൃഷിക്കാരായിരുന്നു. അച്ഛൻ മാത്രമേ ഉള്ളായിരുന്നു, വല്യപ്പച്ചൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ മാത്രമേ ഉള്ളു ടീച്ചറായിട്ട് പറയുന്നത്. ടീച്ചറായിട്ട് പറയുന്നത് പറഞ്ഞാൽ അതും ട്രഡീഷണൽ ആണ്. വല്യപ്പൻ പുള്ളി പഠിപ്പിച്ചിരുന്നവരാണ്. അന്നത്തെ ഈ അടുത്ത കാലത്തുള്ള വളരെ പ്രായമായി കൈയിലുള്ളവരെ എല്ലാം പുള്ളി പഠിപ്പിച്ചിരുന്നു. കാരണം അക്ഷരം പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അക്ഷരം പഠിപ്പിക്കുക, വേദപാഠം പഠിപ്പിക്കുക. വേദപാഠം പഠിപ്പിക്കല്ലേ പുള്ളി. മത്തായിച്ചന്റെ പറഞ്ഞ ശിഷ്യന്മാർക്ക് പറഞ്ഞ കാളാശ്ശേരി പത്രാണിച്ചന്റെ അപ്പനൊക്കെ പുള്ളിയുടെ ശിഷ്യനായിരുന്നു. കാളാശ്ശേരി പത്രാണിച്ചന്റെ അപ്പൻ മത്തായിച്ചന്റെ ശിഷ്യനായിരുന്നു. അപ്പനൊക്കെ മാത്രം
അപ്പൊ ആ പഠിപ്പിയില് ട്രഡീഷണൽ ആയിട്ട് ഇങ്ങനെ പഠിപ്പില് എല്ലാ ടീച്ചേഴ്സും അതെ. പിന്നെ ഇനിയൊക്കെ പറയുന്നത് വല്യമ്മയുടെ കാര്യം പറയാ. ഞങ്ങളുടെ വല്യമ്മയുടെ കുടുംബത്തിനെ പറ്റി പറയാ. ഞങ്ങളുടെ നെല്ലിപ്പം കിട്ടിയിരുന്നു ആ വല്യമ്മ കൈപ്പറമ്പി എന്നാണ് പറഞ്ഞത്. വല്യാരെന്ന് പറഞ്ഞത് ആ വല്യമ്മയുടെ അമ്മായിയുടെ മകനാണ് കുര്യാളശ്ശേരി മെത്രാൻ. തോമസ് കുര്യാളശ്ശേരി. കാരണം പുള്ളിയാണ് ഈ നമ്മുടേതായിട്ടുള്ള ആളായിട്ട് ആദ്യം ഉണ്ടായ മെത്രാൻ. മറ്റേ പുറത്തുനിന്ന് വന്നായിരുന്നു. നമ്മുടെ ഇന്ത്യൻ മെത്രാൻ ഇവിടെ ചങ്ങനാശ്ശേരി രൂപത ഭരിക്കുന്നത് ആദ്യത്തെ മെത്രാൻ കുര്യാളശ്ശേരിയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബന്ധം ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അത് എടുത്ത് പറയുന്നത്. കാരണം അപ്പം കുറച്ചുകൂടെ ആളുകൾ കുറച്ചുകൂടെ നോക്കുമ്പോൾ ഇവിടെ കാളാശ്ശേരി എന്ന് പറഞ്ഞ് തുടങ്ങിയതാണല്ലോ. അവിടെയാണല്ലോ വേറൊരു മെത്രാൻ ഉണ്ടായിരുന്നത്. അപ്പൊ രണ്ട് മെത്രാന്മാരും കൂടെ കൂടിക്കൊണ്ട് ഈ കുടുംബത്തിൽ നിന്നാണ് വരുന്നുണ്ട്. തന്നെത്താനെ വരുന്നുണ്ട്. അതങ്ങനെ. അത് കഴിഞ്ഞിട്ട് അപ്പൊ പെങ്ങന്മാരുടെ കാര്യമല്ലോ. ഇളയാള് സ്വാമ്പിക്കലാണ്. എടപ്പുറ സ്വാമ്പിക്കൽ ഞാൻ കഴിച്ചിരുന്നു. പുള്ളി മരിച്ചുപോയി. എല്ലാരും മരിച്ചുപോയി. ഇപ്പന്റെ അവരെല്ലാം മരിച്ചുപോയല്ലോ. പക്ഷെ അവരുടെ മക്കളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ കുടുംബങ്ങളിലും. എത്ര പ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പനുമായിട്ട്? അടുത്തായിരുന്നു. അപ്പനുമായിട്ട് അപ്പനാണ് കെട്ടിച്ചത് പുള്ളിയെ. ആണോ? പ്രായത്തിന് വ്യത്യാസമുണ്ട്. അന്നത്തെ കാലത്തൊക്കെ ഒത്തിരി പിള്ളേരുണ്ടാവുക. അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നാൽ കുറെ നമ്മുടെ കാര്യമില്ല. അപ്പൊ കൊണ്ടംപള്ളി അപ്പന്റെ കാര്യം ഇനി അപ്പൻ കൊച്ച് മന്നപ്പള്ളിയിലായിരുന്നു കൊച്ചിലെ മുതൽ. അത് കഴിഞ്ഞിട്ട് പുള്ളി പഠിക്കാനായിട്ട് ഈ മൂത്ത പെങ്ങടെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്. പഠിക്കാൻ അവിടെ സൗകര്യമില്ല. അടുത്ത് വലിയ സ്കൂളില്ല. എത്രാം ക്ലാസ് അപ്പം പഠിച്ചു? 7ാം ക്ലാസ്. 7ാം ക്ലാസ് മലയാളം. 7ാം ക്ലാസ് ഇല്ല. 9 വരെ പഠിച്ചില്ല. അപ്പനെ 7 ഇത് കഴിഞ്ഞപ്പോഴേ ഇവിടെ സ്കൂളിൽ ജോലി കിട്ടി. നിങ്ങളുടെ ചിന്തയിൽ അപ്പൻ നിങ്ങൾ ഏത് പ്രായത്തിലായിട്ടാണ് അപ്പൻ എന്നൊക്കെ ചെയ്തായിട്ട് വല്ല ഓർമ്മയുണ്ടോ? അപ്പൻ 7ാം ക്ലാസ്സിൽ ഇപ്പൊ ഇങ്ങനെ പാസ്സായി. 7ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞ് പഠിപ്പിക്കാൻ പാസ്സായ ഉടനെ തന്നെ സ്കൂളിൽ ജോലിക്കാൻ തുടങ്ങി. 18 വയസ്സ് കഴിഞ്ഞപ്പോഴേ സ്കൂളിൽ ജോലി കഴിഞ്ഞു. സ്കൂളിൽ ജോലി തുടങ്ങിയപ്പോ കാര്യം കാര്യമുണ്ട്. കളാശ്ശേരി ഒരു കളാശ്ശേരി ഞങ്ങളുടെ ഞങ്ങളുടെ പള്ളിയിലെ ഈ വികാരി. അപ്പൊ ഉടനെ തന്നെ അപ്പച്ചനെ വിളിച്ചു. ജോലി പള്ളിക്കൂടത്തിൽ അങ്ങനെയാണ് സ്കൂളിൽ ജോലി അങ്ങ് തുടങ്ങി. അത് കഴിഞ്ഞ് പുള്ളിക്ക് മറ്റ് ചില ഇതൊക്കെ ഉണ്ടായിരുന്നു. കുറെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അതെ, നല്ല വളരെ വിപുലമായ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. 40 ഏക്കറൊക്കെ ഒരുമിച്ച് ചെയ്തത്. ഈ അപ്പൻ താമസിച്ച വീട് എവിടെയായിട്ടായിരുന്നു? സ്കൂൾ ഈ കൈനൽ സ്കൂളിലൊക്കെ പടിഞ്ഞാട്ട് മാറി കണ്ടത്തിന്റെ നടുക്കായിരുന്നു. ഇപ്പൊ അവിടെ കുടിയടത്തിലൊക്കെ പോയി കുറെ. ഇപ്പം സ്ഥലമേ ഇല്ല. ആ സ്ഥലമൊക്കെ വേറെ തറവാടെന്ന് പറയാൻ നിങ്ങൾക്ക് ആ വീട് തറവാടെന്ന് വാസത്തിൽ പറഞ്ഞ തറവാട്ടിൽ നിന്ന് തന്നെ അങ്ങ് പിരിയേണ്ടി വന്നു. കാരണം തറവാട്ടിൽ വല്യപ്പന്റെ കാലത്ത് തറവാട് കൃഷി കാര്യം ഒക്കെ നഷ്ടപ്പെടുക. കാടത്തിൽ അതങ്ങ് പോയി. അതിപ്പോഴും സ്ഥലം കിടപ്പുണ്ട്. പക്ഷെ അത് പോയി. അവരുടെ കയ്യിൽ നിന്നും പോയി. കാരണം കടത്തിൽ പോയത് മങ്കമ്പിലുള്ള ഒരു സ്വാമിക്കായിരുന്നു. അത് അന്ന് കുട്ടനാട്ടിലുള്ള സകല ആളുകളുടെയും കടം മേടിക്കുന്ന സ്വാമിയുടെ കിഴക്കേമത്തി സ്വാമി എന്ന് പറയും. ആ പുള്ളി കടം മേടിച്ച് ആ പുള്ളി അങ്ങനെ ആ കടത്തിൽ സ്വാമിക്ക് അങ്ങ് പോയി. അത് സ്വാമി പിന്നെ കുടികിടപ്പുകാരൊക്കെ സ്വാമിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്വാമിയുടെ വീട് ഇല്ല. വീട് പൊളിച്ചത് അടുത്ത കാലം.
വേറെ വീടുണ്ടായിരുന്നു. വീട് കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പോയി. അത് കഴിഞ്ഞ് ആണല്ലോ അച്ഛനെ അവിടെ ആരതിയിലെ മാന്തൂരിൽ പോയിട്ടുണ്ട്. ഞാൻ അപ്പൻ താമസിക്കുന്ന വീടായിരുന്നല്ലോ. അല്ല, പിന്നെ അപ്പൻ അന്നേരത്തേക്ക് നിങ്ങൾ എല്ലാം കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ അതെ, അപ്പന്റെ വീട് കൈനയിലായിരുന്നു. അതെ, അവിടെ ഇപ്പൊ ആരാ താമസിക്കുന്നു? അത് നായന്മാരുടെ പോയി, കുടുംബത്തിന്റെ പോയി. അതെന്തുകൊണ്ട് പോയി? ഇങ്ങനെ കടങ്കേറി പോയതല്ലേ, കൃഷി വന്ന് കടങ്കേറി. വല്യപ്പനായിരുന്നു പോയത്, അപ്പന്റെ കാലത്തല്ല. അപ്പൊ പിന്നെ അപ്പൻ അവിടെ താമസിച്ചു. അപ്പൻ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞിന്റെ കണ്ടത്തിന് അടുത്തോട്ട് മാറി ഒരു താമസിക്കായിരുന്നു. ഇങ്ങനെ ചെറിയ ജോലിയും പിന്നെ കൃഷിയൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ വന്നു. പക്ഷെ കൃഷി പുള്ളി കുറെ അധികം ഉണ്ടാക്കി. കൃഷിയിലൊക്കെ വളരെ കുറെ വല്യപ്പനും കൃഷിക്കാരനായിരുന്നു. ഞങ്ങളുടെ വല്യപ്പനും എല്ലാം കൃഷിക്കാരെല്ലാം നഷ്ടത്തില് കലാശി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അങ്ങനെ പിന്നെ കല്യാണം കഴിച്ചിട്ടാണോ അറിയാതെ അത് കല്യാണം കഴിക്കുന്നതിനുണ്ടോ? അവിടെ തന്നെ ഞാൻ താമസിച്ചപ്പോ വല്യപ്പന്റെ കാലത്ത് തന്നെ സ്ഥലമൊക്കെ പോയല്ലോ. പോയപ്പോഴാണ് ആ സ്ഥിതിയിൽ കണ്ടത്തിനാണ് ഒരു ചെറിയ വീട്ടിലേക്ക് മാറി. അങ്ങനെ ഇൻഡിപെൻഡന്റ് പുള്ളിയും അമ്മയും വല്യപ്പൻ പറ്റി. ഞങ്ങളുടെ കുടുംബം കൈനേരി മണ്ണമ്പള്ളിയാണ്. കൈനേരിയിലെ ക്രിസ്തീയ കുടുംബം തുടങ്ങുന്നത് കുറവങ്ങാട്ട് അകലോമറ്റോ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ നിന്ന് കൈനേരിയിലേക്ക് ഒരു ആൾ വന്ന് താമസിക്കാൻ തുടങ്ങി. കൈനേരിയിലേക്ക് ഒരാൾ പണ്ടത്തെ നിയമം അനുസരിച്ചിട്ട് ഈ അമ്പലങ്ങളിലേക്ക് കത്തിക്കാൻ പോകുന്ന കത്തിക്കുന്ന എണ്ണ ക്രിസ്ത്യാനികൾ തൊട്ടെങ്കിൽ അത് ശുദ്ധമാവുള്ളൂ എന്നൊരു വെപ്പുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് കുറവഴിഞ്ഞാട്ട് നിന്ന് ഒരാളെ കൊണ്ടുവന്നത്, ഒരു കുടുംബത്തിനെ കൊണ്ട് താമസിപ്പിച്ചത്. അതിന്റെ പകരത്തിന്റെ ഒരംഗമാണ് താമസിച്ചത്. അവിടുന്ന് ഞങ്ങള് ഇങ്ങനെ 2-3 കുമാരം കളിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി വലിയ അറിയില്ല. അതവിടെ താമസിച്ചത് മുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചത്. ആ വീടൊക്കെ ഇപ്പോഴുണ്ടോ? മുക്കാട്. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ പല ശാഖകളായിട്ട് പിരിഞ്ഞൊക്കെ പോയി. ഇങ്ങനെ പകലോമറ്റം എന്ന് പറയുന്ന വീട്ടുപേര് ഇപ്പോഴും ഒരു കുടുംബക്കാരൻ പകലോമറ്റം എന്ന് പറഞ്ഞ പേരിട്ടിട്ടുണ്ട്. അത് ഒരു കാലത്ത് ആർക്കോ തോന്നി അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയി. അതിലൊരു കുടുംബമാണ് കാളാശ്ശേരി എന്ന് പറയുന്നത്. ആ കാളാശ്ശേരിയിൽ നിന്ന് കാളാശ്ശേരി വല്യപ്പന് ഉള്ള പല മക്കളിൽ ഒരാള് വെള്ളൂരേക്ക് വന്നു. വെള്ളൂർ എന്ന് പറയുന്ന ഒരു വീട്ടിലുണ്ട്. അങ്ങനെ വെള്ളൂർ താമസമായി. ആ വെള്ളൂർ താമസമായ വല്യപ്പന് 6 ആമക്കളുണ്ടായിരുന്നു. അതിലൊരാൾ കല്യാണം കഴിച്ചില്ല. അതില് ഓരോരുത്തരും പല സ്ഥലത്തോട് മാറി താമസിച്ചു. അതിൽ ഒരാള് മണ്ണമ്പള്ളിയിലോട്ട് താമസിച്ചു. 3ാമത്തെ ആളാണ് മണ്ണമ്പള്ളിയിലേക്ക് മാറി താമസിച്ചത്. മണ്ണമ്പള്ളി എന്ന് പറയുന്ന കുടുംബത്തിലേക്ക് മാറി താമസിച്ചത്. ബാക്കിയുള്ളവര് ഒരാൾ കളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറി. അതങ്ങനെ ഒരു ഫാമിലി, കളത്തിൽ ഒരു ഫാമിലി ഉണ്ട് അവിടെ. പിന്നെ മറ്റൊരു ഫാമിലിയാണ് കണിച്ചേരി. അപ്പം വെള്ളൂര് തന്നെ ഒരാള്, മണ്ണമ്പള്ളി, കണിച്ചേരി, കളം, പിന്നെ മറ്റൊന്ന് പുളിമ്പറമ്പിൽ. ഇവർ ഈ ഫാമിലീസ് എല്ലാം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇപ്പോൾ പല വീടുകാരും വലിയ കുടുംബങ്ങളായി മാറി. ഇനി അത് മണ്ണമ്പള്ളിയിലേക്ക് മാറിയ ആളുടെ പേര് മത്തായിച്ചനാണ്. മണ്ണമ്പള്ളി മത്തായിച്ചൻ എന്ന് അറിയപ്പെടുന്നു. അത് കുട്ടനാട്ട് മിക്കവാറും ആളുകൾക്കെല്ലാം ഈ മണ്ണമ്പള്ളി മത്തായിച്ചനെ അറിയാം. കാരണം പുള്ളി ഒരു വലിയ പഠിപ്പിക്കുക ഈ മിഷനറി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ പ്രായമായിരുന്ന ആളുകളെയൊക്കെ പഠിപ്പിക്കുക. അന്നത്തെ കാലത്ത് സ്കൂളിൽ പോയി പഠിത്തമല്ല, ഇങ്ങനെ ആശാൻ എന്ന് പറയുന്ന രീതിയിൽ പഠിപ്പിച്ചിരുന്നു. പള്ളിയുടെ അടുത്ത് തന്നെയായിരുന്നു. മണ്ണമ്പള്ളിയിലെ പള്ളിയല്ല ഉള്ളത്, കൈനേരി പള്ളിയുടെ അടുത്ത് തന്നെയാണ്. അതിന്റെ ഈ മണ്ണമ്പള്ളി മത്തായച്ചൻ എന്ന് പറയുന്ന ആള് പള്ളി ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ
ഈ മണ്ണപ്പള്ളി മത്തായത്തിന് 2 കെട്ടിയതാണ്. ആദ്യം കെട്ടിയത് ചമ്പക്കുളത്ത് വലിയാറെന്ന് കെട്ടി. അതിലെ ഒരു കുടുംബം, അതിലെ ഒരു മകൻ അന്തോണിച്ചന്ദ്രൻ, ആ മകൻ മാറി താമസിച്ച കോളക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. കോളക്കൽ, അങ്ങനെ കോളക്കൽ എന്ന് പറഞ്ഞൊരു ഫാമിലി ഉണ്ട്. അതിനകത്തിങ്ങനെ പല ശാഖകളും ഉപശാഖകളുമായിട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. രണ്ടാമത് കെട്ടിയ അതിൽ ഒരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തലയോലപ്പുറമിൽ നിന്നാണ് കെട്ടിയത്. തലയോലപ്പുറമിൽ നിന്ന് കെട്ടിയതിലുള്ള മകനാണ് ഞങ്ങളുടെ വലിയത്, എൻ്റെ അപ്പൻ്റെ അപ്പൻ. ആ ആളിന്റെ പേരാണ് തൊമ്മിച്ചൻ. തോമസ് എന്നുള്ളത് തന്നെ പലതരത്തിലുള്ള തൊമ്മിച്ചൻ എന്ന് ചിലർ പറയും, തോമാച്ചൻ പറയും, കുഞ്ഞെന്ന് വിളിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട് മാറ്റങ്ങൾ. തന്നെ ഒന്ന് വേറെന്ന് മെയിൻ ജോലി എന്നായിരുന്നു? കൃഷിയായിരുന്നു. തൊമ്മിച്ചന്റെ അപ്പച്ചൻ പഠിക്കുകയായിരുന്നു. കൃഷി അവിടെ വലിയ ഒരു 2 മക്കളെ ഉള്ള ആ മക്കളെ. ഒരു മകൻ അവിടെ കുടുംബത്തിൽ തന്നെ താമസിക്കുന്നു. വെട്ടി വന്ന് നല്ല എല്ലാം കൊണ്ടും കൃഷി കാര്യമൊക്കെ ഉണ്ട്. എരുമ ഇത് പശുക്കളൊക്കെ താഴെ നടക്കുന്നത് എല്ലാം ഉണ്ട്. നല്ല ഇതിലിരിക്കുക. പുള്ളി ഇപ്പോൾ അങ്ങോട്ട് കൃഷിക്ക് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ പുള്ളിക്ക് അടിക്കടി നഷ്ടം വന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ തുടങ്ങിയപ്പോൾ നഷ്ടം വന്നിട്ട് ഒരു സ്റ്റേജ് വന്നപ്പോൾ ഈ കിടന്നിരുന്നത് പോലും കടം ആയി. അവിടെ നിന്നാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അതാണ് തറവാട്. ഈ ഇവിടെ മണ്ണമ്പള്ളി ഉണ്ടായിരുന്നപ്പോഴാണ് ഈ മൂത്ത പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടത്. 2 പേരെയും കെട്ടിച്ചു വിട്ടത് അവിടെ. അപ്പൊ അന്നത്തെ നിലപാട് വെച്ചുകൊണ്ട് കുറച്ചുകൂടി ഉയർന്ന തരത്താണ് കെട്ടിച്ചത്. മൂന്നാമത്തെ ആയ കെട്ടിച്ചപ്പോൾ കുറഞ്ഞു പോയി. അങ്ങനെയാണോ വന്നത്? അത് കെട്ടിച്ചത് അതിന് പെൺമക്കളെ, ഈ തൊമ്മിച്ചന്റെ പെൺമക്കളെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മായിമാര് പെങ്ങന്മാരിൽ ഏറ്റവും മൂത്ത ആളിനെ കെട്ടിച്ചത് പുതുക്കരി തുണ്ടിയിലാണ്. ആ തുണ്ടിയിലെ അമ്മായിയുടെ മകന്റെ മകനാണ് നമ്മുടെ തുണ്ടിയില്. ഇനിയും രണ്ടാമത്തെ ആളെ കെട്ടിച്ചത് എടത്വാ ചേന്നങ്കരയാണ്. ത്രേസ്യാമ്മ എന്ന് പറയുന്നതാണ് അമ്മായിയുടെ പേര്. എടത്വാ ചേന്നങ്കര എന്ന് പറയുന്ന ആളെ കെട്ടിയത്. അതില് ആ കുടുംബം ഇങ്ങനെ കൊണ്ടുപോകും. മൂന്നാമത്തെ പെങ്ങളെ കെട്ടിച്ചത് തെക്കേക്കര തുണ്ടിയിലാണ്. മങ്കമ്പൽ തെക്കേക്കര തുണ്ടിയിൽ ഏലന്നാമ എന്ന് വിളിച്ചിരുന്നു. ഏലന്നാമ. നാലാമത്തെ ആൾ അന്നമ്മയെ കെട്ടിച്ചതും തെക്കേക്കര തന്നെയാണ്. മങ്കമ്പൽ തെക്കേക്കര തന്നെയാണ്. അവിടെ മുടന്നാഞ്ചലിൽ എന്ന് പറയും. അപ്പൊ അവരുടെ കുടുംബം അവിടെ അങ്ങനെയുണ്ട്. അതിലൊരു ആ അമ്മായിയുടെ ഒരു മകന്റെ മകളെയാണ് നമ്മുടെ വേവിച്ചൻ കിട്ടിയിരിക്കുന്നത്. വീട്ടിൽ കണ്ടത്തിനോട് കൂടെ പോയി അതാണ് പറഞ്ഞ ഇനി അത് കഴിഞ്ഞ് 4 കഴിഞ്ഞിട്ട് 5ാമത്തെ ആളാണ് അപ്പൻ. അപ്പൊ അപ്പച്ചൻ എന്ന് പറഞ്ഞ് പുള്ളി പഠിച്ചത് ഈ മൂത്ത പെങ്ങളുടെ വീട്ടിൽ നിന്നാണ്. പുതുക്കരി തുണ്ടിയിൽ നിന്ന് പേരപ്രാ സ്കൂളിൽ പോയി പഠിച്ചിരുന്നു. 7ാം ക്ലാസ് വരെ പഠിച്ചു. 7ാം ക്ലാസ് പാസ്സായി. ആ സമയത്തേക്ക് ആയപ്പോഴത്തേക്ക് അതിന് മുമ്പ് തന്നെ അപ്പൻ അസുഖം തുടങ്ങി. അത് കുറച്ച് മദ്യപിക്കുമായിരുന്നു. നിന്ന് ഡയബറ്റിക് ഉണ്ടായിരുന്നാണ് അപ്പം പറയുന്നത്. അപ്പൻ അതിനെപ്പറ്റി വലിയ ഗ്രാമീണ ശരീരം വേറെ ഒന്നും അല്ല, വലിയ മനക്ലേശം കഷ്ടപ്പെട്ടു. വിഷമമുണ്ടായി. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് പുള്ളി നിർത്തിക്കളഞ്ഞെന്ന് എനിക്ക് പറഞ്ഞു. അങ്ങനെ നിർത്തിയിട്ടുണ്ട്. പുള്ളിക്കൊരു നിരാശയായി. ഇത്രയും കാവത്തിനൊക്കെ ഇരുന്നിട്ട് പോയതിന് വലിയ നിരാശയുണ്ടായി. അതിനാണ് ഈ അസുഖമൊക്കെ ഉണ്ടായത്. അങ്ങനെ വരുമ്പോ എല്ലാം വരുമല്ലോ. അപ്പൊ
1920 1920 ലാണ് around 1920 ആണ് ജോലി തുടങ്ങി. എനിക്കറിയാം. ജോലി തുടങ്ങി കഴിഞ്ഞ് ജോലി കൊല്ലം ഇരുന്നോണ്ടു അപ്പന്റെ മരിച്ചുപോയി. വീട്ടിൽ പ്രയാസമായിരുന്നു ജോലി. അത് കഴിഞ്ഞപ്പോ അന്നത്തെ കാലത്ത് ട്യൂഷൻ കിട്ടുമായിരുന്നു. അപ്പനെ ട്യൂഷൻ ഇഷ്ടം പോയത് കൂട്ടത്തിലുള്ളവരാണല്ലോ അധികം ഉള്ളത്. കുട്ടികളിലൊക്കെ പോയി ട്യൂഷനൊക്കെ കൊടുക്കുക, കുറച്ച് കാശുണ്ടാക്കി. അങ്ങനെ ഉണ്ടായി വരുമ്പോഴാണ് കല്യാണം വരുന്നത് അപ്പനെ. അപ്പം കെട്ടുന്നത് അപ്പം കെട്ടിയോ? ഈ നീലകാലത്ത് അവരും ഈ പറഞ്ഞ പോലെ നല്ല ധനത്തിൽ ഇരുന്നിട്ട് അവരൊരു സ്വല്പം തകർന്ന കാലമാണ്. ആളുകളൊക്കെ കണ്ടാൽ നല്ല സുന്ദരന്മാരും ആരോഗ്യമുള്ളവരും ഒക്കെ ആയിരുന്നു. പക്ഷെ അവർക്ക് ഈ പ്രതാപമൊക്കെ ഒന്നും അവർക്ക് അവർക്ക് 1500 അവരങ്ങനെ കറങ്ങി പോയത് നമ്മുടെ ചെന്നൈക്കാരെ അമ്മായി കെട്ടിയ ആ കൂട്ടത്തിലുള്ള മക്കളെ അവരങ്ങനെ കയറി വരുന്ന കാലം. അങ്ങനെ അവർ ക്ഷീണമായിരിക്കുന്ന കാലമാണ്. അതുകൊണ്ടാണ് പിന്നെ ആ കുടുംബത്തിന്റെ ഇത് നോക്കിയിട്ട് ഈ കല്യാണം നടന്നു. അവർക്ക് കുടുംബക്കാരെ നമ്മുടെ കുടുംബക്കാരെ നോക്കിയപ്പോ കല്യാണം നടന്നു. ജോലിയുണ്ട്. അന്ന് ജോലിയൊക്കെയുള്ള ഒരു അന്നത്തെ സമയത്ത് ജോലിയൊക്കെയുള്ള ഒരു വീട്ടിലോട്ട് കല്യാണം കഴിക്കുക പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. വലിയ കാര്യമാണല്ലോ. അതെ, വേറൊരു കാര്യം, അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 13 വയസ്സുണ്ട് കെട്ടിക്കുമ്പോ. അപ്പൊ അപ്പനെന്താ പറ്റുന്നത്? 18 വയസ്സ്. പക്ഷെ ആ സമയങ്ങളിൽ അത്രയും യങ്ങായിട്ട് കെട്ടിക്കായിരുന്നു അതിലും ഇതായിട്ടാണ്. പക്ഷെ അന്ന് കല്യാണം കഴിച്ചത് ഇങ്ങനെ അമ്മയുടെ വീട്ടുകാരെ പറ്റി അധികം പറയാനുണ്ട്. അമ്മയുടെ വീട് വല്യമ്മച്ചിയുടെ അപ്പൻ. അല്ല, വല്യമ്മച്ചിയുടെ അപ്പച്ചന്റെ വേറെ കാര്യം ജോർജ് കുഞ്ഞമ്മാവച്ചൻ. പക്ഷെ കുഞ്ഞമ്മാവച്ചന്റെ അപ്പനും കച്ചവടം വലിയ ഗേയമായിട്ട് നടന്നിരുന്ന ഒരു സ്ഥലത്ത്. ഇല്ലാതെ ക്ഷീണം വന്നപ്പോ എല്ലാത്തിനും ക്ഷീണം. കച്ചവടം ഉണ്ടായിരുന്നു ക്ഷീണം പുറത്ത്. കച്ചവടം വലിപ്പം പോയി കൃഷിയൊക്കെ ചെയ്താല് കച്ചവടം നോക്കിയിട്ടുണ്ട്. നല്ല കച്ചവടക്കാരനാണ്. എല്ലാത്തിനും നല്ല വിഷയമാണ്. ആരുമൊന്നും കളിപ്പിക്കാനൊന്നും പറ്റില്ലാത്തൊരു മനുഷ്യനായിരുന്നു. നമ്മുടെ ഈ പലക ഇങ്ങനെ ഇരുന്ന ആ വീട് കച്ചവടം നടത്തിയിരുന്ന സ്ഥലത്തേക്കാണ് ഈ അമ്മയുടെ അപ്പൻ ആദ്യമായിട്ട് കച്ചവടം കിടന്നിടത്തോട്ടാണ് ഇത് മാറുന്നത്. കച്ചവട പീടികയിലോട്ട് മാറേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ അവർ നടത്തിയിരുന്ന അവർ താമസിച്ചിരുന്നത് വലിയ കൊട്ടും കോസനി പാലപ്പടികളും അതുകൊണ്ട് അതെല്ലാം ഇപ്പൊ പൊളിച്ചു. ഞാനതൊക്കെ എന്റെ ഈ വെല്ലുമ്മയുടെ അമ്മയുടെ അമ്മയല്ലയോ കുഞ്ഞാപ്പോടെ കുഞ്ഞാപ്പോട പാണ്ടങ്കേരി കുഞ്ഞാപ്പോട സ്ഥലത്തിന്റെ കുഞ്ഞാപ്പടത്തെന്ന് പറഞ്ഞ വീട്ടുകാർ. അത് എടത്തുവായി തന്നെയാണ്. വലിയ ശരിക്കും എടത്തുവാക്കാറ്റിയ അമ്മ എടത്തുവാ തന്നെയുള്ള സബ് ഡിവിഷൻസ് ചങ്ങരഗിരി, പാണ്ടങ്കേരി, പച്ച, ഈ നമ്മളിപ്പോ പറഞ്ഞ ഓരോ ആൾക്കാരും എല്ലാരും കാത്തലിക്സ് ആയിരുന്നു. ഈ പറഞ്ഞ കാളാശ്ശേരി ഞാൻ തുടങ്ങിയ മുതൽ അല്ല അത് മുമ്പ് തന്നെ കാത്തലിക്സാ. നമുക്ക് അറിഞ്ഞൂടാ. അറിയപ്പെട്ട സമയങ്ങൾ വരെ കാത്തലിക്സ്. അന്ന് ഈ മീറ്റിംഗ് ഒന്നും ഇല്ല. വലിയ സ്ട്രിക്റ്റാണ്. അമ്മയുടെ പല ഹൈസ്കൂളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ചാലാണ്. അന്ന് വലിയ അറിയാം. വലിയ ഇംഗ്ലീഷ് അറിയാം. അമ്മച്ചിയുടെ കുഞ്ഞമ്മാവച്ചൻ പഴയ പേരാണ് കുഞ്ഞമ്മാവച്ചൻ എന്നായിരുന്നു. അതാ പറഞ്ഞ
കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാലേ നീരുകാട്ടുകാർ എവിടുന്നോ വന്നതാ. അവര് വായ്പൂന്നോ ചേരപ്പാടിന്നൊക്കെ വന്നതാ. നീരുകാട്ടിൽ താമസിക്കുന്ന അവിടെ. ഞങ്ങള് പുറണിങ്ങാട്ട് വന്ന പോലെ ഇങ്ങനെ വന്നതാ. അങ്ങനെ വലിയ അത് 1920 അടുത്തായിരുന്നു. ആയിരിക്കണം എന്ന് തോന്നുന്നു. പഠിത്തം തുടങ്ങിയപ്പോ 20 വർഷം അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അപ്പൻ്റെ മക്കളെ കൊണ്ട് വരുന്നതിനെ പറ്റി ആ പിന്നെ പറയുന്നത് ആദ്യത്തെ അമ്മ ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യുന്ന ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, യാതൊരു കുഴപ്പമില്ല. ഈ ലൈറ്റ് ഉണ്ടോ? അത് റെക്കോർഡ് ചെയ്യാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്കൂളിൽ ഇപ്പൊ അമ്മയെ കെട്ടിക്കൊണ്ട് വന്നു. അമ്മ 15-ാമത്തെ വയസ്സിലാണ് പ്രസവിച്ച ആദ്യത്തെ പ്രസവം. ആ അതുകൊണ്ട് ആ കൊച്ചു പോയി, മരിച്ചുപോയി. 15-ാമത്തെ വയസ്സിൽ അമ്മ പ്രസവിക്കുന്നത്. ആ കൊച്ചു മരിച്ചുപോയി. 4 ദിവസം 5 ദിവസം കിടന്നു. ആ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മള് മരിക്കാൻ തന്നെ കാര്യം ഇതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ആണ് എന്നെ 17-ാമത്തെ വയസ്സിലാണ്. 17-ാമത്തെ വയസ്സ്. ഏത് മാസം? മലയാള മാസം അത് കർക്കിടക മാസം. കർക്കിടക മാസം കഴിഞ്ഞു ചിങ്ങം 1 അങ്ങനെ. മിഥുനം. മിഥുനം 30. അത് ശരിയാണ്. ഈ കുര്യാളശ്ശേരി പിതാവ് മരിച്ചത് ഞങ്ങളുടെ കുര്യാളശ്ശേരി പിതാവ് എന്ന് പറഞ്ഞില്ലേ? കുര്യാളശ്ശേരി പിതാവ് എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി രൂപതയിൽ ആദ്യമായി മലയാളിയായിട്ടുള്ള ഒരു ബിഷപ്പ് ഉണ്ടാകുന്നതാണ് കുര്യാളശ്ശേരി പിതാവ്. ആ കുര്യാളശ്ശേരി പിതാവ് എന്ന് പറഞ്ഞത് ഞങ്ങളുടെ നെല്ലിമ്മയുടെ അപ്പൻ്റെ അമ്മയുടെ അമ്മായിയുടെ മകനെന്ന് പറഞ്ഞില്ലേ? അങ്ങേര് മരിച്ചത് എന്റെ ജനനം അടുത്തടുത്ത തീയതികളാണ്. 100-ാം ആണ്ടാണ് എന്റെ 100-ാം ആണ്ട് മലയാള മാസത്തിന്റെ 100-ാം ആണ്ട്. ഏത് വർഷം? മിഥുനമാസം 100-ാം ആണ്ട്. അത് മലയാള മാസമാണല്ലോ 100-ാം ആണ്ട്. കറക്റ്റായിട്ട് പറയുന്നത് മലയാള മാസം പറയുന്നത് ഇല്ലേ? 100-ാം ആണ്ട് മിഥുനമാസം 30-ാം തീയതിയാണ്. 100-ാം ആണ്ട് അതാ മറ്റേ ഡേറ്റ് മാറ്റി എനിക്ക് പറയാം. ഞാൻ എന്തൊക്കെ മാറ്റിയിട്ടുണ്ട് മനസ്സിലായി. അതിനൊരു കാര്യമുണ്ട്. ഈ മലയാള മാസവും മലയാള ആണ്ട് ഞാൻ ഏതാണ്ട് ഒരുപോലെ പോകുന്നു. 67 കഴിഞ്ഞു. 67 കഴിഞ്ഞാൽ എനിക്ക് 67 തികയും. ഇതിന് വേറെ വിഷയമുണ്ട്. അപ്പന്റെ വയസ്സ് അതുപോലെ പോയിരുന്ന ഇംഗ്ലീഷ് മാസത്തിൽ. ഞാൻ വിചാരിച്ചത് എനിക്ക് ഇങ്ങനെയാണല്ലോ. അപ്പന്റെ വയസ്സ് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഞാൻ ചെന്ന് കണ്ടുപിടിച്ച് 1901. അതിനകത്ത് എഴുതിയിരിക്കുന്നു. അപ്പൊ ഞാൻ കഥാപത്തിൽ കണ്ടുപിടിക്കാൻ പറ്റി. അതങ്ങനെ ഇങ്ങനെ വന്ന് കഴിഞ്ഞു. എനിക്ക് 10 വയസ്സുള്ളപ്പോഴൊക്കെ ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴവിടെ അപ്പം കൃഷി മറ്റേ തെമിർത്തടിക്കുന്ന സമയമാണ്. 40 ഏക്കർ 30 ഏക്കർ ഇങ്ങനെ കൃഷി മാറി പാട്ടത്തിലേക്ക് പിടിച്ച് കൃഷി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ഞങ്ങളുടെ എല്ലാം നശിച്ചു പോയില്ലേ, പിന്നെ പാട്ടത്തിന് പിടിച്ചിട്ടാണ് കൃഷി. അപ്പോഴാണ് സ്കൂളിൽ ജോലി കഴിഞ്ഞ് വന്നേച്ച് ഒരൊറ്റ പാറ്റ പ്രസംഗം ചെയ്തിട്ട് ഉടനെ പോകും. ഒരു വീരോടെയും കയ്യിലെടുത്തിട്ടുണ്ടാകും പോവുക. ഇന്ന് കാണുന്ന പോലെ പോപ്പുലേഷൻ തന്നെ സ്ഥലമൊക്കെ കിടക്കുക. അവിടെ കൂടെ ഒക്കെ പോകും. രാത്രി പാതിരായിട്ടൊക്കെ വരും. അല്ല നടന്നു പോവാം. ഞാൻ വൈകിട്ട് കൊയ്ത്ത് കാലത്ത് ഞാൻ വൈകിട്ട് അവിടെ പോയി ചോറ് കൊടുക്കും വീട്ടിൽ. അന്നേരം ഈ ജോസാസം വിളിച്ച അമ്മ റെഡിയായിട്ട് ഇവിടെ ഇത് പാക്ക് ചെയ്ത്
പഠിത്തവും ആയിരുന്നു. അങ്ങനെ പോയി ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നഷ്ടം സംഭവിക്കാൻ തുടങ്ങി. സംഭവിച്ചു. അതിന്റെ സംഭവിച്ചിട്ട് പിന്നത്തെ കൊല്ലവും ഞങ്ങൾ പിടിച്ച് ചെയ്ത് നോക്കി. ഇപ്പോഴും നഷ്ടം വന്നു. ഒരു കൂട്ടത്തിലുള്ള നമ്മുടെ വെള്ളൂരെ ഒരു അംഗത്തിന്റെ ഒരു 2 കൊല്ലത്തേക്ക് ഏൽപ്പിച്ചു നിലം. അതായത് നമുക്ക് കുറച്ച് കാലത്തേക്ക് കിട്ടി. അതിന് കാരണം നമ്മുടെ കാരണവരായിരുന്നു അവിടുത്തെ ജനഗിരി പള്ളിയിലെ വികാരി. അവരുടെ വകയും കുറച്ച് നിലമുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ പള്ളി വകയായി പറഞ്ഞ നിലമുണ്ടായിരുന്നു. വികാരിക്ക് ഓർമ്മ കൊടുക്കാൻ അതനുസരിച്ച് അപ്പനെ കൊടുത്തു. അങ്ങനെ എവിടെ ഇൻഫ്ലുവൻസ് സ്വല്പം ഉണ്ടോ? അതൊക്കെ ഞാൻ പണികളൊക്കെ ഉണ്ട്. അത് ന്യായമായിട്ടുള്ളതാണ്. അങ്ങനെ കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലെല്ലാം അന്നും ഒരു പണി ചെയ്ത് അവർക്ക് നഷ്ടം വന്നു. അപ്പം നഷ്ടം വന്നപ്പോൾ ആ പണി ഒരു ക്ഷീണം തട്ടിയായി. പിന്നെ ആ ക്ഷീണം പരിഹരിക്കാനുള്ളത്. അപ്പൊ അത് കഴിഞ്ഞാൽ ഈ സമയത്താണ് ഞാൻ പഠിച്ചത്. പഠിച്ചു വന്ന ഉടനെ എയർപോർട്ടിലോട്ട് ചാടി കയറിയായിരുന്നു. ഏതായാലും ദീപാവലി കഴിഞ്ഞാൽ എന്റെ കാരണമില്ല, കൊച്ചുകാരൻ മരിച്ചുപോയി. കൊച്ചായ എന്നെക്കാരും ഞാൻ എയർപോർട്ടിൽ ചേർന്നു. എന്റെ ഏതാണ്ട് പ്രായം പുള്ളി ഇവിടുന്ന് എയർപോർട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ വിഗ്രഹം പുള്ളിയുടെ കൂടെയാണ് ഇറങ്ങി ലീവിൽ പോകുമ്പോൾ. ലീവ് കഴിഞ്ഞ് പുള്ളി പോകുമ്പോൾ കൂടെ പോയി കഴിഞ്ഞ് ഡേറ്റ് നോക്കിയപ്പം പുള്ളിക്ക് ഉടനെ എന്നെ എനിക്ക് വലിയ അങ്ങനെ ഒക്കത്തില്ല. വിമാനത്തിൽ നിന്ന് നമ്പാനൂർ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പം പുള്ളി എന്നെ പിരിഞ്ഞ് പോകേണ്ടി വന്നു. പറഞ്ഞു ഞാൻ എനിക്ക് പോകണം, നീ എൻ്റെ കൂടെ ഇപ്പം റിക്രൂട്ട്മെന്റിൽ ഞാൻ നിൽക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കി, ഞാൻ പോകാമെന്ന് പറഞ്ഞ് റെയിൽവേയിൽ പോയി. ഞാനത്തേക്കായി ഇവിടെ പണ്ടത്തെ പോലെയല്ല. മിലിറ്ററി എന്ന് പറഞ്ഞാൽ പേടിക്കുന്ന കൂട്ടത്തില്ല. ഞാൻ വീട്ടുകാരോട് അനുവാദമൊന്നും ചോദിച്ചില്ല. എന്നാലും ചോദിച്ചിട്ടുണ്ട് പോകാൻ. എങ്കിൽ അവർക്കും വലിയ മനസ്സില്ല. മിലിറ്ററിയിലോട്ടല്ലേ തലവ പോകുന്ന പണിയല്ലേ, പെട്ടെന്ന് വെടിവെച്ച് എത്തുപോകുന്ന ഇങ്ങനെ വന്നപ്പോഴേ അതുകൊണ്ടാണ് ഉച്ചയായി വന്ന ഉച്ചയുടെ കൂടെ പോയി. അപ്പൊ അത് ശേഷിച്ചപ്പം അപ്പടെ കൂടെ പോയി. ഉച്ചയായി പോകേണ്ടി വന്നു. കമ്പൽസറി ആണ് ടൈം ചെയ്തത്. ഞാനവിടെ കിടന്ന് ഉറങ്ങി. നേരം എടുത്ത് ഇങ്ങനെ പലരും നോക്കിയപ്പോൾ പലരും വരുന്നുണ്ട്. അവരുടെ കൂടെ ഞാൻ റിക്രൂട്ടിംഗ് ഓഫീസിൽ നിന്നു. അവിടെ ബ്രിട്ടീഷുകാരനാ അവിടുത്തെ ചുമതല. എന്നാലും നമ്മുടെ ഇന്ത്യക്കാരൻ്റെ മെന്റാലിറ്റി അവന് എങ്ങനെയെങ്കിലും ടാസ്ക് കിട്ടാൻ നോക്കും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവൻ്റെ സ്വന്തത്തിൽ ചെയ്യും. പിള്ളേരും പറഞ്ഞിട്ട് റിക്രൂട്ടിംഗ് ഓഫീസർ ഏതായാലും എന്നെ എടുത്തു. മെഡിക്കലി ചെന്നപ്പം ഒരു മർമറിങ് ഉണ്ടെന്ന് പറഞ്ഞു വേറെ ഇന്ത്യൻ ഡോക്ടർ. ഡോക്ടർമാർ ഇന്ത്യൻസിനാണ് ഇന്ത്യയിൽ പെട്ടെന്ന് കിട്ടുന്നത്. അതുകൊണ്ട് അവർ ചിലപ്പോൾ മർമറിങ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ് ഇവരെ നിർത്തി കഴിഞ്ഞപ്പോൾ സോറി കുറച്ച് ബ്രേക്ക് ഓടായിരുന്നു. ആ സമയത്ത് എനിക്ക് പറയാൻ രസമുണ്ട്. നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ പണി. അപ്പൊ അയാൾ പറഞ്ഞു മർമറിങ് ഉണ്ടെന്ന് ഇന്ത്യൻ മെഡിക്കൽ ഓഫീസറെ ടച്ച് ചെയ്തു. ഫൈനലായിട്ട് കൊണ്ടുവന്നിട്ട് ഫൈനലൈസ് ചെയ്ത് ബ്രിട്ടീഷുകാരനാണ് വാണിജ്യത്തിൽ ഓരോരുത്തർ ടച്ച് ചെയ്തു. ടെലസ്കോപ്പൊക്കെ എടുത്ത് വെച്ച് ഒന്നും കാണുന്നില്ല. അയാൾ പോകും. ഈ സോക്കി മാറ്റി ഇങ്ങനെ ഞങ്ങളെ കുടിയാക്കോസ് ഇങ്ങനെ ഞങ്ങൾ 5 പേര് കുമാരനോ ഒക്കെ ഉണ്ടായിരുന്നു. ആളുകളെ ഓർക്കുന്നില്ലെങ്കിൽ ആളെല്ലാം ബാംഗ്ലൂർ പള്ളിക്ക് ട്രെയിനിങ്ങോടെയാണ് പൊട്ടിയിട്ട് ബ്രാൻഡിൽ കെട്ടി. അന്ന് ഏത് വർഷമായിരുന്നു? 44 പോയി അവിടെ ചെന്ന് ബാംഗ്ലൂരാണ് ട്രെയിനിങ്. ബ്രിട്ടീഷുകാരനും ഇത് ആയിട്ടുള്ള ഇതല്ലേ ആദ്യം കാണാൻ ബ്രിട്ടീഷുകാരൻ കണ്ടിട്ടുണ്ട്. ഇൻസ്പെക്ടറൊക്കെ സ്റ്റാർട്ടാകും പറഞ്ഞിട്ട് പലത് കണ്ടിട്ടുണ്ട്, അല്ലാതെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ ചെന്ന് എല്ലാവരും ഈ മലയാളികളൊക്കെ പോയിരിക്കുന്നതല്ല ഇതാണ്. അങ്ങനെയാണ് നമ്മളെല്ലാവരും ഇങ്ങനെ കൂടിയെന്ന് പറയുന്നത്. ഇവിടെക്കാരുടെ കുറച്ച് ഭാഷയൊക്കെ മനസ്സിലാക്കാൻ ആദ്യമാണ് ഇവരുടെ പ്രൊണൗൺസിയേഷൻ. പിന്നെ തോമസ് നെയിം ഈസ് വെരി ഫെമിലിയർ ടു ദം. ആ വിളിക്കുമ്പോൾ അവർ തോമസ് എന്തെങ്കിലും ക്ലിയർ ആയിട്ട് ഇത് പറഞ്ഞാൽ ഇവിടുത്തെ ഇൻസ്റ്റിക്കേഷൻ അപ്പം ഞാൻ പാടത്തോട്ട് പോകുമ്പോൾ നല്ല ഓടി പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ചുണ എനിക്കൊരു വണ്ടിയിലുണ്ടായിരുന്നു. ഏതിന് മുന്നിട്ട് ഓടാൻ ചാടാനും അറിയാനും ഒക്കെ, അതുകൊണ്ടൊക്കെ അവർക്ക് ഇഷ്ടമാണ്. ഓടാം
വീട്ടിൽ വരുമ്പോഴേ അതിന് മുമ്പൊരു സംഗതി ഒരു മഞ്ഞപ്പിത്തോട് അപ്പനെ പെട്ടെന്ന് വിളിപ്പിച്ചു. സീരിയസ് ആയി വളരെ സീരിയസ് ആയി. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ചികിത്സിച്ച് അങ്ങ് മാമാനത്തെല്ലാം കൊണ്ടുപോയി നഴ്സിംഗ് ചെയ്യും. അതൊക്കെ ചെയ്താലും ഇപ്പോൾ അമ്മാനും സംഗതി കുറച്ച് കഴിഞ്ഞിട്ട് അവരോട് സമയത്ത് പെൺമാൾ കണ്ടുപിടിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഉണ്ടായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സർവീസിരിക്കുകയും ഞങ്ങൾ എഴുത്തൊക്കെ ചെയ്യും. അതെ മാത്തുക്കുട്ടി അവന് ഞാൻ സർവീസ് ചെയ്ത് രണ്ടുപേരൊക്കെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവൻ ഒരു കൊച്ച. അത് കഴിഞ്ഞ് ഞാൻ PhD പാസ്സായി 1953 ജൂണിലാണ് ഞാൻ റിസൾട്ട് അറിയുന്നത്. 1953 ജൂൺ. ഇവന്റെ 16 റിസൾട്ട് അറിഞ്ഞ് 19 ഞാൻ കഴിഞ്ഞ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അവൻ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങി. ശകലം ഇതൊക്കെ ഉണ്ടായിരുന്നു. സ്വല്പമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ടീച്ചേഴ്സ് നല്ല ഡിമാൻഡ് ഞാൻ പാസ്സായതുകൊണ്ടെങ്കിൽ ഞാൻ വരാൻ നോക്കിയിരിക്കുകയായിരുന്നു എന്നെ പഠിച്ചത്. അത് അവൻ പോകുന്നതിന് അവിടെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ട് ആ സമയത്ത് മാത്തുക്കുട്ടി പഠിക്കുന്ന പ്രൈമറി ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മാത്തുക്കുട്ടിയെ പഠിപ്പിച്ചു. അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ജോർജാനും പഠിച്ചാണല്ലോ അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൻ പഠിപ്പിക്കാത്ത കഴിഞ്ഞ അതാണ് അപ്പനോടുള്ള ബഹുമാനം. എന്ത് കാര്യത്തിലൊപ്പം പുറപ്പെട്ടാലും അപ്പനെ ഞാനും പഠിപ്പിച്ചിട്ടുള്ളതുണ്ട്. അപ്പൻ പഠിപ്പിച്ച പഠിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ പഠിപ്പിച്ചു. ഞാൻ അതിന് എക്സാമ്പിളായിട്ട് അറിയാമല്ലോ. ഇന്നലെ കണ്ട ഉമ്മച്ചനെ കിട്ടി. ആ ഉമ്മച്ചനെ കിട്ടില്ല. അപ്പൻ പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ? ഞങ്ങൾ ഒരുമിച്ചല്ലേ. ഞങ്ങൾ ഇവിടെ ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. അവർ ട്രാൻസ്ഫർ കൊച്ചിക്ക് പോയി. കൊച്ചിയിലാണ് ഫ്ലൈറ്റ് ടൈം. ആ ഉമ്മച്ചനെ കിട്ടുന്നേ അപ്പൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വന്ന് പോംപോണി വന്ന് പഠിപ്പിക്കാൻ പോംപോണിലെ ഫോം ടീച്ചറായിട്ടാണ് ആക്കിയത്. അപ്പൊ ആ പോംപോണിലെ ആ ഫസ്റ്റ് ഇയർ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലൂടെ ചെല്ലുമ്പോഴത്തേക്ക് ഇരിക്കുന്ന പിള്ളേർ വരാറ്. അതുപോലെ ആലപ്പുഴത്തിലുണ്ടായിരുന്ന വേറെ ചിലരുണ്ട്. ഇവിടെ ഇപ്പം ഒരു ഡോക്ടർ നമ്മള് അവനെ കാണാനിടയാവും. അതുകൊണ്ട് ഞാൻ പറയാം. ഡോക്ടർ ജോബ് എന്ന് പറഞ്ഞൊരാൾ സെക്രട്ടേറിയറ്റ് ഓഫീസർ, ജോബ്സ് ക്ലിനിക് എന്ന് പറഞ്ഞാൽ ജോബ്സ് എനിക്ക് അവരുണ്ട്. പിന്നെ അവരെല്ലാവരും ആ ക്ലാസ്സിലുള്ളവരാണ്. ഇവിടെ എല്ലാവരെയും അപ്പനും പഠിച്ചിട്ട് ഞാനും പഠിച്ചിട്ടുള്ള ജനറേഷൻ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഇപ്പം നമ്മൾ കൈകരിക്കാറില്ലേ ഇവിടെ ഉള്ളവരൊക്കെ ആ വീട്ടുകാർ. അവിടെ ഇപ്പം തിരുവനന്തപുരത്ത് ചെയ്താൽ കൈകരിക്കാരാ ഒരുപാട് പേര്. ഒരുപാട് പേരുണ്ട്. നമ്മളുമായിട്ട് വളരെ എത്തിക്കഴിഞ്ഞ ആളുകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടൊക്കെ നമുക്ക് വലിയ വിഷയം ഉണ്ടായിരുന്നു. ഇവിടെ അവരുടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യം ഏൽപ്പിക്കാം. ഇവിടെ ഉണ്ടായിരുന്നു. കടപ്പുറയ്ക്ക് ഫാമിലി ചേട്ടാനിമാരുണ്ടാവും. അവർ 5-6 അടക്കമാണ്. എല്ലാവരും എല്ലാവരും
ചോദിച്ചപ്പോൾ ചിലർക്കൊക്കെ സംശയമുണ്ടായി. ജോബ് വന്നു പെട്ടെന്ന് അതിന് പുറകെ ഏതാണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിലോട്ട് വന്നു. ഞാൻ കയറിക്കൊണ്ട് ചോദിച്ചു ഏതായാലും നമ്മുടെ മുസ്ലിം ജോലിക്ക് വരുന്നവരെ കൊണ്ടു വന്നാൽ 2-3 ദിവസം കാലം 5 ദിവസം വരെ ഇരിക്കും. ഞാനാ പറയുന്നത്. അത് എനിക്ക് അതിനെ പറ്റി അപ്പൊ അത് കാര്യം വരുന്നില്ല. തങ്കത്തിനൊക്കെ പറഞ്ഞു എനിക്കെന്തായാലും വല്ലാത്തൊരു പ്രയാസം ഇവർക്കാണ് കൂടുതൽ എല്ലാവരും അപ്പൊ ഞാൻ വല്ലാതെ ചരിത്രപ്പെട്ടു. പുള്ളി അറിയുന്നത് ഇല്ല എനിക്ക് 5 ദിവസം ഇരിക്കുന്നു. നമുക്ക് അപ്പന്റെ പിള്ളേരുടെ കാര്യങ്ങൾ നമ്മൾ നിങ്ങളുടെ രണ്ടുപേരുടെ കാര്യം ബാക്കിയുള്ള ഇനി എന്റെ നേരെ എന്റെ കാര്യം അറിയാം. എന്റെ കാര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരാം. ചോറ് പറയല്ലേ. എന്റെ നേരെ ഇളയ ഒരാളാണ് തങ്കമ്മ. തങ്കമ്മയെ കെട്ടിച്ചത് ഇവിടെ ഇതൊന്നും നോക്കുമ്പോഴത്തെ തങ്കമ്മയെ കെട്ടിച്ചത് തെക്കേക്കര കൊട്ടാരത്തിൽ എന്ന് പറയും. കൊട്ടാരത്തിൽ അവരുടെ കുടുംബം കൊട്ടാരത്തിലാണ്. അവരുടെ വീട്ടുപേര് എഴുകാട്ടിൽ കിഴക്കേ എഴുകാട്ടിൽ എന്ന് പറയും. എഴുകാട്ടിൽ അപ്പച്ചൻ പുള്ളിയുടെ പ്രധാന ജോലി കൃഷിയായിരുന്നു. പുള്ളിയുടെ ഫാമിലിക്കാർ കൃഷിക്കാരാണ്. അവര് വളരെ നല്ല സൗകര്യമായിട്ടുള്ള കൃഷി നടത്തി. അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ പുള്ളി ഒരു ഗവൺമെന്റ് കോൺട്രാക്റ്റുള്ള ഇപ്പോൾ ABC നല്ല കൃഷിയുണ്ട്. അതിൻ്റെ കൂടെ കോൺട്രാക്ട്. പിന്നെ മക്കളെല്ലാം ഇങ്ങനെ വളർത്തുകയൊക്കെ ആയി. അതിലെ തങ്കമ്മയുടെ ഏറ്റവും മൂത്ത മകനാണ് ജെയിംസ് കുട്ടി. ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇളയ പുള്ളി ഷാജി ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഇളയ പുള്ളി ആണ് ജോർജപ്പൻ. മൂന്നാമത്തെ പുള്ളി. അവർ രണ്ടുപേരും കൂടെ ഹസ്ബൻഡും വൈഫും കൂടെ അതിന്റെ ഇടയിൽ കൊച്ചി കേൾക്കാനുണ്ട് സണ്ണി. തങ്കമ്മ ഫാമിലിയാണ്. അത് കൊട്ടാരത്തിലാണ്. തെക്കേക്കര കൊട്ടാരം. പിന്നെ അതിൻ്റെ ഇടയിൽ പുള്ളി ലില്ലിക്കുട്ടിയാണ്. ലില്ലിക്കുട്ടിയാണല്ലോ പുള്ളി. അത് കൈനഗിരി തന്നെയാന്ന് പറയാം. ചേമൻകരി തലച്ചെല്ലൂരാണ് കുടുംബം. ആ തലച്ചെല്ലൂർ കുടുംബമായിട്ട് ഞാൻ മനസ്സിലാക്കി തന്നെ റിലേഷൻ. അമ്മയുടെ അമ്മ വെല്ലിമ്മയുടെ അമ്മായിയുടെ മകനാണ്. മകന്റെ മകനാണ് ലില്ലിക്കുട്ടിയെ കിട്ടിയത്. അങ്ങനെ ബന്ധം പുള്ളിക്കാരന്റെ ചേട്ടനും എയർപോർട്ടിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ വോളിബോൾ ടീമിൽ കളിച്ചിട്ടുണ്ട്. രാഘവന്റെ ചേട്ടനും ഞാനും കൂടെ. തലച്ചെല്ലുകാരെല്ലാവരും വോളിബോൾ പ്ലേയേഴ്സാണ്. തലച്ചെല്ലിലെ ഏറ്റവും മൂത്ത പുള്ളി എന്നോട് പഠിച്ചില്ല. സ്റ്റേറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ. എല്ലാം മറ്റേ ഫേമസ് പ്ലേയേഴ്സ് ഒക്കെയാണ്. അപ്പൊ അങ്ങനത്തെ രണ്ടാമത്തെ ലില്ലിക്കുട്ടി. മൂന്നാമത്തെ ആള് മേരിമയാണ്. സിബിച്ചൻ മുണ്ടപ്പള്ളി. സിബിച്ചൻ അതൊരു പുരാതന കുടുംബമാണ്. ആ സിബിച്ചന്റെ വലിയ അപ്പന്റെ കാര്യമാണ് അമ്മ പറഞ്ഞത്. അമ്മയുടെ അപ്പനോട് പഠിക്കുന്നു. പുള്ളി പ്രധാന ആർട്ടിസ്റ്റായിരുന്നു. പടം വരയ്ക്കലും അങ്ങനത്തെ നിപുണനായിരുന്നു. പുള്ളി വരച്ച ഈ ലാസ്റ്റപ്പറിന്റെ ആ പടമാണ് കൈനേരി പള്ളിയിൽ വെച്ചത്. പള്ളിയിലെ ഈ ഓൾട്ടറിന്റെ അവിടെ പുള്ളി തന്നെ വരച്ചത്. തൊമ്മിച്ചൻ മുണ്ടപ്പള്ളി തൊമ്മിച്ചൻ. ഈ തോമസ് എന്നുള്ള പേര് നമ്മുടെ കൈനേരി വളരെ തോമസ് അത് വെച്ചുകൊണ്ട് എല്ലാവരും അടിച്ചിട്ടുണ്ട്. തോമസ് ഇല്ലാത്ത വീടാണ്. തോമസ് ജോസഫ് ഇത് പേരാണ്. പിന്നെ അതാണ് മേരിമ. മേരിന്റെ ടീച്ചറാണ്. അല്ല, കോളേജിലൊന്നും പോയില്ല. SSLC പാസ്സായി കഴിഞ്ഞാൽ അവൾ ഹിന്ദി പഠിക്കണം. ഹിന്ദി വിദ്വാൻ.
കടന്നുകൂടാൻ പറ്റിയില്ല. ഇന്ത്യയിൽ പാസ്സായില്ല അവിടെ. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവർ ട്രെയിനിങ്ങിന് പോയി. ട്രെയിനിങ് SSLC പാസ്സായതിനു വേണ്ടി ഒരു ട്രെയിനിങ് ടീച്ചേഴ്സ് ആ ട്രെയിനിങ്. അപ്പൊ അടുത്തയാള് മേരിമയാണ്. മേരിമയെ കല്യാണം കഴിച്ചിരിക്കുന്നത് കൈനകരി മുണ്ടപ്പള്ളി ശിവിച്ചൻ. ഇതിനെ കണ്ടിട്ടുണ്ടോ? വ്യക്തമായിട്ട് വരുന്നതേ ഉള്ളല്ലേ. മേരിമേന്റെ അവരുടെ വീടാണ് മുണ്ടപ്പള്ളി തൊമ്മിച്ചൻ എന്ന് പറയുന്നതാണ് പുള്ളിയുടെ അപ്പൻ. ആ പുള്ളിയുടെ കാര്യമാണ് അമ്മ നേരത്തെ പറഞ്ഞായിരുന്നു. ഒരു അപ്പൻ അമ്മയുടെ അപ്പൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. അമ്മയുടെ അപ്പൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. തൊമ്മിച്ചൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. മേരിമയുടെ മകൻ ആ ജോസഫ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. മേരിമയുടെ മകൻ അതാണ് കലാകാരനായിരുന്നു. ശിവച്ചനാണേലും ഡ്രോയിങ് ടീച്ചറാണല്ലോ. പുള്ളി ചായം കൂട്ടുന്നതിലും ഒരു മിടുക്കനായിരുന്നു, എക്സ്പേർട്ടായിരുന്നു. ചായം കൂട്ടുന്നതിൽ വേറെ ഒരു കളിയും അത് വരുന്നുണ്ട്. അൽഫോൻസിന്റെ കിട്ടിയ ആളുണ്ടല്ലോ, കലാകാരനാണല്ലോ, ഒരു ആർട്ടിസ്റ്റാണ്, അറിയാമോ? പുള്ളിയുടെ ഫാദർ ആർട്ടിസ്റ്റാണ്. പുള്ളി ഇങ്ങനെ ചായം കൂട്ടുന്നതിന്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ തൊമ്മച്ചത്തിലേക്ക് അപ്രോച്ച് ചെയ്തായിട്ട് അറിയാം ഞങ്ങൾ. വന്നിട്ട് കൂട്ടിക്കൊടുക്കാൻ സാധിക്കുള്ളെന്ന് പറഞ്ഞു, കാണിച്ചിരിക്കുന്നു പറഞ്ഞു. ട്രേഡ് സീക്രട്ട് നോക്കണേ, അതിന്റെ വലിപ്പം എന്താണ് ട്രേഡ് സീക്രട്ട്. അങ്ങനെ കൂട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞ് നാലാമത്തെ പുള്ളിയാണ് സിസ്റ്റർ കോൺവെന്റ് ഉള്ളത്. ലൈറ്റ് കാണാൻ വേണ്ടി ലൈറ്റ് ഉണ്ടോ ഒന്നും അറിയാം. അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ആള് ആണ് ഫിലോമിന, അങ്ങ് നോർത്തിലുള്ളത്. അതെ, കാൺപൂരിലല്ല, ഇപ്പോഴേ അഹമ്മദാബാദിലാണ്, ഗുജറാത്തിലാണ്. റെപ്റ്റക്കോസ് ബ്രിക്സ് ആൻഡ് കമ്പനി കമ്പനിയിലാണ്, മെഡിക്കലിന്റെ കമ്പനിയാണ്. പെണ്ണുങ്ങളിൽ അഞ്ചാമത്തെ റെപ്റ്റക്കോസ് ആൻഡ് ബ്രിക്സ് പുള്ളിക്കാരൻ ജോലിയാണ്. മക്കളെല്ലാം അവിടെയാണ്. കുറച്ച് ദിവസം വന്നിരുന്നത്. അവളാണ് ലിലിക്കുട്ടിയുടെ നോർത്ത് പറഞ്ഞെന്ന് പറഞ്ഞു. ആ ഫോട്ടോ ഒക്കെ കണ്ടു കാണും. പിന്നെ അവളുടെ ഇളയതാണ് മാത്തുക്കുട്ടി, ഹാസ്യാബാദ്, ഡൽഹിക്കടുത്ത്, മധുരക്കോട്ട്. മധുരക്കോട്ട് എന്ന് പറയുന്നത് ഫ്രണ്ടിൻ്റെ രണ്ടാണ് അവരുടെ മെയിൻ പ്രൊഡക്റ്റ്. വേൾഡ് ഫേമസ് ആണ്. ലോകത്തിലെ എല്ലാ ഭാഗത്തും ഉണ്ട് അവരുടെ പ്രോഡക്ട്സ്. ഇപ്പോഴവർ ഷർട്ട്സൊക്കെ, റെഡിമെയ്ഡ് ഷർട്ട്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബ്രിട്ടീഷ് കമ്പനി ഉണ്ട്, ഇവരല്ല ഉണ്ടാക്കുന്നത്, അത് ബ്രിട്ടീഷ് കമ്പനിയല്ലേ. പക്ഷെ അവരുമായിട്ട് കൊലാബറേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മധുരക്കോട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവരായിട്ട് ഉള്ള കൊലാബറേഷൻ നല്ല ഹൈ ക്വാളിറ്റി എത്ര മേടിക്കാൻ കിട്ടും? 400-500 രൂപയ്ക്ക് കൊടുക്കും. അത് മാത്രം. അതിനുള്ളതാണ് ആനിമ. അല്ല, അതിനുള്ളതാണ് അൽഫോൻസ്. അൽഫോൻസാണ് ചമ്പക്കുളത്ത് ആർട്ടിസ്റ്റ് കിട്ടിയത്. ആർട്ടിസ്റ്റ് കൊറിയൻ പുള്ളി അറിയുന്നത്. പുള്ളിയുടെ ആർട്ട് വരയല്ല, രൂപം കൊത്തുകയാണ്. വരയുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നതിലേ ഉള്ളൂ. ഈ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ക്രൂസിഫിക്സ് ആണ്. ക്രൂസിഫിക്സ് ആണ് പണ്ടത്തെ കിടക്കുന്ന കർത്താവിന്റെ. അതിനെ പാലായി അരമനയ്ക്ക് കൊടുത്തിട്ട് അതിന്റെ പാലായിലെ അവിടുത്തെ പുതിയൊരു കത്തീഡ്രൽ ഉണ്ടാക്കി, പള്ളി ഉണ്ടാക്കി ഈ അടുത്ത വളരെ വലുത്. അതുണ്ടാക്കിയത് ഞങ്ങൾ കണ്ട്. ഉണ്ടാക്കി പള്ളി എന്ന് പറഞ്ഞാൽ
ഊഞ്ഞാല പള്ളിയുടെ ആ ഒരു മണിമാളികയുടെ മുകളിൽ വെക്കുന്നത് അത് ഒച്ചത്തിൽ കൊണ്ട് അത് വലിയ ഭയങ്കര വലിയൊരു രൂപമാണ്. നല്ല അതിന് വലിയ ഇന്റർനാഷണൽ ഒക്കെ വന്ന ആളത് ഉദ്ഘാടനം ചെയ്യുന്നത്. പുള്ളിക്ക് ഒരു ഗോൾഡ് മെഡലൊക്കെ കിട്ടി ഉണ്ടാക്കി അതങ്ങനെ അൽഫോൻസ് ചമ്പക്കുളത്ത് ഇല്ലശ്ശേരിയിലാണ്. അവരുടെ കുടുംബം കിഴക്കൻ മേരിത്തറ കുടുംബം. കിഴക്കൻ മേരിത്തറയാണ് കുടുംബം. ശരി അത് മാറ്റാം. പിന്നെ എല്ലാവരും ഉള്ള പുള്ളിയാണ് ആനിമ. അത് ചമ്പക്കുളം തന്നെ. പാലക്കുളത്ത് ജെയിംസ്, അതും ജെയിംസാണ്. ജെയിംസ് നമ്മൾ വിളിക്കുന്നവരുടെ ആർട്ടിസ്റ്റ് കുര്യനാണ് നല്ലത്. ഇത് ജെയിംസും. അവിടെ അതിനകത്ത് അവരുടെ വാസ്തവത്തിലുള്ള കുടുംബപ്പേര് എന്താണെന്നോ ഉണ്ട്. അവർ വേറെയാണ്. പിന്നത്തെ ജെയിംസ് ആനിമയുടെ അതെന്നാ എൻ്റെ കം കം ഇരുന്നോളെ ഞാൻ പറഞ്ഞ അച്ഛൻ നമ്മളോട് നിർത്തി കിട്ടിക്കുന്നു. അതെ ആ വീട്ടിൽ നമുക്ക് അമ്മച്ചിയുടെ വീട്ടുകാരിയൊന്നും അമ്മച്ചി വേണമെങ്കിൽ ആനിമയാണ് ഈ ബ്രെയിൻ ക്യാൻസർ. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും ആയി. തിരിച്ച് അമ്മച്ചിയുടെ കാര്യം ഇങ്ങനെ വേറെ അല്ല ഇങ്ങനെ മാറുന്നുള്ള അകത്തേലും തരുന്നു ഞാൻ മറ്റേ ഇല്ല, അതാ അടുത്ത് തന്നെ വേണം. അമ്മച്ചോടല്ലേ ചോദിക്കുന്നത്. അമ്മച്ചിയുടെ വിവരങ്ങൾ ഇനിയും പറ. അമ്മച്ചിയുടെ വീട്ടുപേരും അമ്മച്ചിയുടെ വീട് ഞാൻ അതിനെ കുറിച്ചില്ല. അമ്മച്ചിയുടെ വീടും കൈനേരി തന്നെ. കൈനേരി മുക്കമാണ്. മുക്കം എന്ന് പറയുന്നതാണ് അവിടെ കുടുംബം. മുക്കത്തെ ഔദച്ചൻ എന്ന് പറയുന്നത് പുള്ളിയുടെ ഗ്രാൻഡ് ഫാദറാണ്. പറയുന്നത് ജോസഫാണ്. ജോസഫൊക്കെ പല തരത്തിലൊക്കെ പല തരത്തിൽ വിളിക്കുമല്ലോ. പുള്ളിയുടെ മകനാണ് കറിയാച്ചൻ. കറിയാച്ചൻ്റെ മകളാണ് അമ്മച്ചിയുടെ ശരിക്കുള്ള പേരുണ്ട്. റോസമ്മയുടെ പ്രദേശം. അതൊക്കെ പറയണം. പെണ്ണായിട്ട് അമ്മ ഒരാളെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മച്ചിയുടെ ഭാര്യ അമ്മച്ചിയുടെ പേരാണ്. ബ്രദറിന്റെ പേര് ഓക്കെ. അമ്മച്ചിയുടെ അപ്പച്ചൻ തേങ്ങാമുട്ടാണ്. എങ്ങനെയായിരുന്നു അവിടെ ഞങ്ങൾ വന്നത്? എൻ്റെ അച്ഛൻ്റെ വീട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ആയിരുന്നു. അവിടെ ആയിരുന്നു. അവിടെ അച്ഛനും അമ്മച്ചി വലിയൊരു ഗ്രാൻഡ് ബ്രദർ ഉള്ളത് വളരെ ചെറുതാണ്. അമ്മച്ചിയൊക്കെ ഒത്തിരി പ്രായം. ഗ്രാൻഡ് ഫാദറിന് കൂട്ടായി കിട്ടുന്നുണ്ട്. എന്നാലും ആ പേര് നിലനിൽക്കുന്നുണ്ട്. കൈനേരി മുക്കം എന്നാണ് ഞങ്ങൾ ആൾക്കാരുടെ പറയുന്നത്. വീട്ടുപേര് ഇപ്പോഴും അത് തന്നെ. പേര് അതിന് കാരണമുണ്ട്. ഈ കണ്ടു കൂടിയ അല്ലേ? അതായത് ഒരു ആറ് ഇങ്ങനെ അങ്ങനെ ആ ഫാമിലിക്ക്
എന്നൊക്കെ ഇങ്ങനെ തത്തമ്പള്ളി വന്നങ്ങ് താമസമാക്കി ഈ ബിസിനസ്. വല്യപ്പന് ഈ തേങ്ങാവട്ടായിരുന്നു ബിസിനസ്. പറഞ്ഞാൽ അമ്മയുടെ അപ്പന് തേങ്ങാവട്ട് ബിസിനസ് ആയിരുന്നത് കൊണ്ട് മക്കളാണായിട്ടുള്ള മകൻ തീരെ കൊച്ചായിരുന്നത് കൊണ്ട് കൈനകരിയിൽ നിന്ന് ഈ അച്ചാച്ചനെ കൂടെ ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് അവിടെ വന്ന് താമസമായി തത്തമ്പള്ളി. അവിടെ താമസിച്ചുകൊണ്ടാണ് തത്തമ്പള്ളി പോയിട്ടില്ലേ, ഇതുവരെ പോയിട്ടില്ല. അപ്പൊ തത്തപ്പള്ളി താമസമാക്കിക്കൊണ്ടാണ് തേങ്ങാവട്ട് നിർത്തിക്കൊണ്ടത്. അത് നല്ല പ്രതാപമായിട്ടൊക്കെ നടക്കുകയും ചെയ്തു. അതേസമയത്ത് അച്ഛൻ്റെ ബ്രദേഴ്സ് എല്ലാവരും വേറൊരു ബിസിനസ്സായിരുന്നു. അവർ ബിസിനസ് അവർ ബ്രദേഴ്സ് മിക്കവാറും പേരും ഈ തടിയുടെ ബിസിനസ്സായിരുന്നു. ഫർണിച്ചറല്ല, തേക്ക് തടി കൊണ്ടുവന്ന് കൊടുത്ത് അവിടെ കൊണ്ടുവന്ന് വിൽക്കുക. ആലപ്പുഴ അവരുടെ മക്കളൊക്കെ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആലപ്പുഴയിൽ നല്ല ബിസിനസ്സാണ്. അമ്മച്ചിയുടെ ഓരോ ബ്രദർ കുറുപ്പന്തറ പോയി. അവിടെ പോയി തടിയും സോമിലും ഒക്കെ ആയിട്ട് അവിടെ കഴിയുന്നു. അവിടെ നല്ല ഇപ്പൊ ആ നല്ല അതിൽ ആ ചിറ്റപ്പന്റെ എന്ന് പറയുന്ന അവരാച്ചൻ എന്നാണ്. ആ അവരാച്ചന്റെ മക്കളെല്ലാം ഇപ്പൊ അമേരിക്കയിലാണ്. അവരാച്ചൻ അമേരിക്കയ്ക്ക് പോയി കുറെ നാൾ താമസം. അതന്നെ അത് അമ്മച്ചിയുടെ ചിറ്റപ്പൻ എന്ന് പറയുന്ന അപ്പന്റെ അനിയന്റെ അവരുടെ അച്ഛൻ എന്ന് പറയുന്ന ആള് കുറുപ്പന്തറ പോയി താമസിക്കുന്ന ആളുടെ മകൻ. അവിടെ ബാക്കിയുള്ളവരെല്ലാവരും അവിടെ പലയിടത്തായിട്ട് വലിച്ചായൻ, ചിറ്റപ്പൻ, ഓച്ചിപ്പാട്ട്, കുട്ടപ്പൻ, അതിലിപ്പോ അവരാച്ചൻ എന്ന് പറയുന്ന കുടുംബത്തിലെ ഒഴിച്ചുള്ളവർ ബാക്കിയുള്ളവരെല്ലാം പറ്റി. രണ്ട് സിസ്റ്റേഴ്സ് ജീവിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ മാരേജ് ചെയ്യാത്തതാണ്. ആ പുള്ളിയെ ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയാവുന്നില്ല. കോട്ടയത്തുനിന്ന് പോയി പഠിക്കും. എന്നാലല്ലേ വരാനൊക്കത്തുള്ളൂ. അല്ലാതെ ആരും ഇവരുടെ കാറെ കൊണ്ടുപോകാം. അവിടെ കാറിൽ പോവാം. പോയിട്ടുള്ള ഇനി അമ്മച്ചിയുടെ സിസ്റ്റേഴ്സിന്റെ കാര്യം പറയാം. അമ്മച്ചിക്ക് 6 സിസ്റ്റേഴ്സ്. 5 സിസ്റ്റേഴ്സ്. ഞങ്ങൾ 9 പേര്. എത്ര പേര്? 9 പേര്. ഞങ്ങൾ 6 പെണ്ണും 3 ഇവിടെ ഞങ്ങള് 7 പെണ്ണും 3 ആണ്. അവിടെ 6 പെണ്ണും 3 ആണ്. പെണ്ണുങ്ങൾക്ക് മജോറിറ്റി ഉണ്ട്. 2 അങ്ങനെ വന്നാലും ഞങ്ങൾ പെണ്ണുങ്ങളിൽ മാത്രമായിട്ട് പെണ്ണുങ്ങൾ അറിയായപ്പം ഇന്നത്തെ ജനറേഷൻ പെണ്ണുങ്ങൾ കൂടുതൽ. ഒരാളും മദ്രാസിൽ താമസിക്കുന്ന എല്ലാവരും മൂത്തത്. പിന്നെ രണ്ടാമത്തത് മദ്രാസിൽ പുള്ളിയുടെ ഹസ്ബൻഡ് റെയിൽവേ ഡ്രൈവറാണ്. ഇലക്ട്രിക് ട്രെയിൻ. രണ്ടാമത്തെ ആള് മൂന്നാമത്തെ ആള് പോളിറ്റിക്സ്. പിന്നെ അതിൻ്റെ ഇളയതെന്ന് പറയുന്നത് പുറന്തറാണ്. പിന്നത്തെ ഇളയ ഒരാളാണ് കുഞ്ഞച്ചൻ. പൂനായിലാണ് ജോലി ചെയ്യുന്നത്. ഇൻസ്ട്രക്ടറാണ്. സർവീസ് തുടക്കം ഞാൻ മെക്കാനിക്കൽ അന്നുള്ള തുടക്കമാണ്. മക്കൾക്ക് പോകാൻ കാര്യമായി. അവിടുന്നൊക്കെ അവർ അങ്ങനെ
മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അത് ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്യുന്നത് പൂനായിൽ. അതിൻ്റെ ഇളയാള് ഒരു എലിസമ്മ എന്ന് പറയും, ചേർത്തലയില. പുള്ളി ടീച്ചറാണ്. അല്ല, ഹസ്ബൻഡ് ജോയി സാറെന്ന് പറയും. അവിടെ പറയുന്നത് ജോയി സാറെന്ന് പറയുമ്പോൾ രണ്ട് സ്കൂളിൽ, ബോയ്സ് സ്കൂളിൽ ഹസ്ബൻഡ് പഠിപ്പിക്കുന്നത് ഗേൾസ് സ്കൂളിൽ. ആയതല്ലേ കുട്ടപ്പന വിട്ടുമല്ല. അവൻ 7 ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 8ാം സ്ഥാനം. പിന്നെ അതിൻ്റെ ഇളയതാണ് പൂനായി വേറെ ബികോംകാരൻ, ബികോം അക്കൗണ്ട്സ്. പിന്നെ വൈഫിനാണ് വൈഫിന് അവിടെ തന്നെ ജോലിയാ. ഇന്നത്തെ ആള് കുട്ടപ്പൻ്റെ ഇളയത് വത്സമ്മ. അവളും ടീച്ചറാണ്. ഗ്രാജുവേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ടീച്ചറായിട്ട് ആതിരപ്പഴയാണ് കോട്ടയത്തിനടുത്ത്. അവളെ കെട്ടിച്ച് കഴിഞ്ഞില്ല. അതിന് വേറെ പ്രവാസനം പറയാം. എൻ്റെ നേരെ അനിയത്ത് മദ്രാസിലുള്ള കല്യാണം എല്ലാം കഴിഞ്ഞിട്ടുണ്ടാ. അപ്പൊ കൈനയുടെ പ്രാധാന്യം ഇതിനകത്ത് മനസ്സിലാക്കുന്നു. എല്ലാവർക്കും അതിനിടയ്ക്ക് സമാധാനം. ഞാൻ ഈ കല്യാണത്തിന് ഞാനില്ല. ഇവർ ഈ അനിയത്തിയെ കല്യാണം കഴിക്കുമ്പോൾ ഞാനില്ല. ആ കല്യാണം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് വന്ന് ഞാൻ ഈ തത്തപ്പള്ളി വീട്ടിൽ അമ്മച്ചൻ്റെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഇവരെ ഈ പറയാമ്മ എന്ന് പറഞ്ഞ അനിയത്തിയെ കെട്ടിയ പുള്ളി അവിടെ ഉണ്ട്. പറയാമ്മ ഈ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തെ ഈ സാധാരണ സാർമാരെ കാണുമ്പോൾ സാറെപ്പോഴാണെന്ന് ചോദിച്ചു. അതൊരു തമാശല്ലേ. അത് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായി പിന്നെ മനുഷ്യനെ കെട്ടിരിക്കുന്നത് തോമാസിനെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. കാര്യമല്ലേ. വേറൊരു ടീച്ചർ ഇപ്പം വത്സമ്മ എന്ന് പറഞ്ഞില്ലേ ടീച്ചറാണ്. അവളെ കൈനയില്ല, അവളെയും കെട്ടിച്ചിരിക്കുന്ന മൂന്ന് പേര് കഴിഞ്ഞ ഇനിയും ഇനിയത്തെ ആളുടെ കഴിഞ്ഞ് കെട്ടിച്ചിട്ട് ഇല്ലാത്ത പ്രത്യേകിച്ച് തോമാച്ചന്റെ അമ്മ വീട് വരുമല്ലേ? അതെ, കുട്ടിയുടെ അമ്മായിയുടെ അത് തന്നെ അവർക്ക് എന്തൊക്കെ പറഞ്ഞു. അമ്മായിയുടെ മകനാണ്. തോമാച്ചന്റെ ഡയറക്റ്റ് അമ്മായി അല്ല, ചേട്ടൻ കെട്ടിച്ചിരിക്കുന്ന ഡയറക്റ്റ് അമ്മായി അല്ല. അവരുടെ കൂട്ടത്തിലൊരു മതത്തിലൊരു അമ്മായിയാണ്. ചേട്ടൻ്റെ അമ്മായിയുടെ മകളെ തോമാച്ചന്റെ പ്രസവം ചേട്ടനല്ല ഇതിനാണ് താമസിക്കുന്നത്. മൂവായിരത്തേക്കാണ് താമസിക്കുന്നവരാ. കേറി വാ. നീ അങ്ങോട്ട് അഭിനയിക്കണം. വല്ലതും പറയടാ. പറയാറായി. ഈ ആളിനെ ഒന്നാ തന്നെ അറിയാം. അമ്മയുടെ ആങ്ങളയുടെ കഴിഞ്ഞില്ലല്ലോ. പിന്നെ 5ാമത്തെ അനിയത്തി കഴിഞ്ഞ 6ാമത്തെ ത്രേസ്യാമ്മ. അവളെ കിട്ടിയിരിക്കുന്ന തത്തമ്മ ബസ്സിലൊക്കെ വരുന്നുണ്ടോ? അവളെ കല്യാണം കഴിച്ചിരിക്കുന്നത് അവരിപ്പം വിശാഖപട്ടണത്തിൽ.
പിന്നെ തങ്കച്ചൻ എപ്പോഴും അവിടെ വരുന്ന കോട്ടയത്ത് ഞാനൊക്കെ നല്ല തങ്കച്ചൻ എപ്പോഴും കറങ്ങുന്ന ആളാണ്, എപ്പോഴും കാണുന്നുണ്ട്. തങ്കച്ചനുള്ള ലോഡാണ് മറ്റേ ആർട്ടിസിയിലെ സർട്ടിഫിക്കറ്റിനൊക്കെ അവിടെ ഒത്തിരി ഓടി എന്നാലും അറിയാം അവരുടെ ചമ്പക്കളത്തുള്ള കല്യാണം അവന്റെ ബിസിനസ് കാണിച്ചതാണ്. ഒമ്പതാമത്തെ ആള് പെണ്ണ അതിനെ കോട്ടയം സൈഡ് ഒരു 2 കൊല്ലമാണ്. പാമ്പാടി പറമ്പ് ഹസ്ബൻഡിൻ്റെ ഏത് വർഷമാണ് ഏത് വയസ്സിലായിരുന്നു? എന്താ ഞങ്ങളുടെ ജനം 1959 ജൂൺ 8 ജൂൺ 1959. അച്ഛനപ്പോഴും ഇവിടെ ആയിരുന്നല്ലോ, ഇല്ല നമ്മൾ കഴിഞ്ഞ വിമോചന സമരകാലത്താണ്. നിങ്ങൾ ആദ്യം കണ്ട് നല്ല കല്യാണങ്ങൾ? ഇല്ല ഒറ്റ കല്യാണം ഒരു പെണ്ണിനെ ഞാൻ അവിടെ അതല്ല ജോർജ് ചാക്കിട്ട് കളഞ്ഞു കുടിക്കാൻ ഇല്ല. കൈനേരിക്കാരെല്ലാരും അങ്ങോട്ട് കെട്ടിക്കണം വിചാരിച്ചിട്ട് അന്നേരം പ്ലാൻ ചെയ്ത് 2-3 കല്യാണം കെട്ടിയത് ഓരോന്ന് പിടിച്ചതാ. അപ്പൊ അമ്മച്ചി ചെറുക്കനെ കണ്ടപ്പോ എന്നാ തോന്നി? അതിനാ അപ്പന്മാരെ വല്ല കുഴപ്പമുണ്ടായിരുന്നു? അമ്മച്ചി അത് അമ്മച്ചി ഇഷ്ടമുണ്ടോ അങ്ങനെയൊന്നും ചോദിച്ചിട്ട് അങ്ങനെയാണ് ഇഷ്ടമുണ്ടോന്നൊക്കെ ചോദിച്ചു. അതൊക്കെ വെറുതെ പറയാമല്ലോ. ഇഷ്ടമുണ്ടോന്നൊക്കെ ചോദിച്ചു. അല്ല വേറൊരു കാര്യം പറയാനുള്ളത് അപ്പനുണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ അപ്പൻ എൻ്റെ കാരണം ഈ പതിനേഴ് തന്നല്ലേ അപ്പനെ എനിക്കറിയാം, നേരത്തെ അറിയാം. മണമ്പം സാറെന്ന് പറഞ്ഞാൽ ഭയങ്കര സാറായതുകൊണ്ട് വലിയ പേടിക്കുകയും വേണ്ട. ഭയങ്കര കേൾവിയാണ്. അപ്പൻ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മലയാളം അറിവുള്ളതുകൊണ്ട് പിന്നെ ഇതായിട്ട് കിട്ടുകയില്ല. എൻജോയ് ചെയ്യാൻ പറ്റും. അത് എനിക്കപ്പോൾ അത് പിന്നെ വേറെ സമയത്ത് ഉപയോഗിക്കാമല്ലോ, എന്തെങ്കിലും അറിയേണ്ട വിവരങ്ങൾ അറിയാമല്ലോ. ആരെങ്കിലും ഇങ്ങനത്തുള്ള സംഗതികളൊക്കെ എടുത്തു വെച്ചതിന്റെ ഫലം നമുക്ക് കിട്ടി കാണും പല തരത്തില്. അല്ലെങ്കിൽ കിട്ടുന്ന എങ്ങനെ ഏതെങ്കിലും തരത്തിൽ പണ്ട് നടന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ അതെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അപ്പം ഈ വല്ല കാര്യം അറിയാമോ? ഒന്നും അറിയാമല്ലോ, കാരണം അവൾ എത്ര നാളായി പോയിട്ട്. നാട്ടുകാരോടും വീട്ടുകാരോടും അറ്റാച്ച്മെന്റ് വരുന്നത് അവരുടെ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ അറിയുമ്പോഴേ. ഇതിപ്പം വേറെ വല്ലതും അമേരിക്ക വന്നിരിക്കുമ്പോൾ നിന്റെ വീട് അറിയുമെന്ന് വെച്ചാൽ ഉടനെ ഞങ്ങൾക്കറിയാം ഇപ്പം കേൾക്കണോ അവരുടെ കാര്യം എന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാവരും കേട്ടോളൂ. വീട്ടുകാരാണ് കുറച്ച് നാട്ടിൽ ജീവിച്ചിരിക്കുന്നത് 3 അതായത് ക്ലീൻ സിറ്റിയുടെ 2 കൊല്ലം അത് 5 കൊല്ലം ഹോസ്റ്റലിലാണ്. ഇവരെന്ന് പറയുന്നത് ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോയി
1959 കല്യാണം കഴിച്ചു. 59 ജൂൺ 8-ാം തീയതി. കല്യാണം എവിടെ വെച്ചായിരുന്നു? കല്യാണം ആലപ്പുഴ വെച്ചായിരുന്നു. തത്തമ്പള്ളി തത്തമ്പള്ളി പള്ളി. ഞങ്ങളുടെ കല്യാണത്തിന് വലിയ ഉണ്ടായിരുന്നു. 40 ദിവസത്തെ വിമോചന സമരം. അതെ, നമ്മുടെ ഗാന്ധി അല്ലല്ല, ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിച്ചിറക്കിയ കാലം വലിച്ചെറുക്കട്ടെ വിമോചന സമരം വന്നതാ. വിമോചിപ്പിച്ചു സമരം ചെയ്ത് ആദ്യമായിട്ട് ഇലക്ഷനിലൂടെ പ്രായം ചെയ്ത് കഴിഞ്ഞിട്ട് 28 മാസം ആ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഒരു 28 മാസത്തേക്ക് ഭരിച്ചത്. ആ ഭരണകാലത്തിൻ്റെ അവസാനമാകുമ്പോഴാണ് ഈ വിമോചന സമരം ഉണ്ടായി. വിമോചന സമരം തീർന്നതോടുകൂടി ആ മന്ത്രിസഭ പൊട്ടി. അത് കഴിഞ്ഞ് പക്ഷേ അവർക്ക് ഭരണം എന്താണെന്നറിയാൻ നല്ലതായി കുറേ ആളുകൾ അതൊന്നുമല്ല, അത് ഡെമോക്രസി. അതായത് നമ്മൾ കുട്ടികളെ കാണിച്ചു ഒരുപാട് എടുത്തായിട്ട് വിദ്യാഭ്യാസം അവരോട് പോയി. അത് കഴിഞ്ഞിട്ട് വന്ന ഒരു മന്ത്രിസഭയുണ്ട്. അതാണ് എല്ലാം ബാധിക്കുന്നതായിരുന്നു. സർവീസ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ ബാധിക്കുന്നു. പതാകാലത്താണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇപ്പോൾ ജാൻസി ശരിക്കും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞുണ്ടായിരുന്നു. 19th March 1960. ജാൻസി ഉണ്ടായിരുന്നപ്പോഴും നിങ്ങൾ 4 ഇവിടെയായിരുന്നു. ഏത് വർഷം അച്ചായം? 1964. പുറത്തോട്ട് പോകണം. ഏത് പുറത്തോട്ട് പോകണം? ഇവര് 3 പേരും ജനിച്ചത് തത്തമ്പള്ളിയിലാണ്. കഴിഞ്ഞെല്ലാവരും ജനിച്ചത്. അമ്മച്ചിയുടെ വീട്ടിലോട്ട് പോയി. അമ്മച്ചി വീട്ടിൽ പോയി. മറ്റൊരു 2 പേരും മലേഷ്യയായിരുന്നു. ജാൻസി 1960 മാർച്ചിൽ ജനിച്ചു. അത് കഴിഞ്ഞിട്ട് 1961 ഡിസംബർ 8-നാണ് ഇവിടെ. 61 ഡിസംബർ 8. അത് കഴിഞ്ഞിട്ട് 63 ജൂലൈ 25 ആണ് ശരിയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 63-ലാണ് 63 ജൂലൈ 21 സിസിയുടെ ജനനം. അത് കഴിഞ്ഞ് 64 ആയപ്പോഴത്തേക്ക് 64 മാർച്ചിൽ ഞാൻ പോയി, ദുബായിൽ പോയി, മലേഷ്യ. ഒറ്റയ്ക്കാണ് ആദ്യം